ജനങ്ങളോട് നല്ല സ്വഭാവം, അള്ളാഹുവിനോട് നല്ല സ്വഭാവം. ഇതാണ് ഒരു റിയൽ മുസ്ലിമിൻ്റെ ജീവിതം. അള്ളാഹുവിനോട് നന്നായി ഇബാദത്ത് ചെയ്യുന്നു, അതേ സമയത്ത് ഭാര്യയോട്, ഭർത്താവിനോട്, ക്ലാസ്മേറ്റ്സിനോട്, റൂംമേറ്റ്സിനോട്, നാട്ടുകാരോട്, ഫ്രണ്ട്സിനോട് വളരെ മോശം സ്വഭാവമാണെങ്കിൽ അയാൾ യഥാർത്ഥ മുസ്ലിം അല്ല. നേരെ തിരിച്ചും ഉണ്ടാവും. നാട്ടുകാർക്ക് സേവന പ്രവർത്തനം നടത്താനും ഉറൂസ് പരിപാടിക്ക് തോരണം കെട്ടാനും ഡെക്കറേഷൻ കെട്ടാനൊക്കെ ഓക്കെ, മിയാണ്, 100-ൽ 100ആണ്. ബട്ട് അയാൾ അരമനയുടെ അകത്തളത്തിലിരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളാണ്, ഫോണുകളിൽ മുഴുവനും ഹറാമുകളാണ്. അയാൾ പകൽ മാന്യനാണ്. അള്ളാഹുവിനോട് നല്ല സ്വഭാവമല്ല, ജനങ്ങളോട് നല്ല സ്വഭാവമാണ്. അയാളും യഥാർത്ഥ മുസ്ലിം അല്ല. അപ്പൊ എപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത്? ജനങ്ങളോടും അഥവാ സൃഷ്ടികളോടും സൃഷ്ടാവിനോടും നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന്റെ ചുരുക്കം. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം കിട്ടണം എന്ന് വിചാരിക്കലാണ്. എല്ലാവർക്കും എന്നെ കൊണ്ട് ഗുണം കിട്ടണം എന്ന് വിചാരിക്കുന്നതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ദീൻ പഠിച്ച ആൾ എങ്ങനെയാ തീവ്രവാദിയാവുന്നത്, ഭീകരവാദിയാവുന്നത്, ഉഗ്രവാദത്തിന്റെ വിഷപ്പമ്പാവുന്നത്, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കൊട്ടേഷൻ സംഘങ്ങളാവുന്നത്? അയാൾക്ക് ഇസ്ലാം അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഇസ്ലാം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. മാറുന്ന കാലത്തും മാറാത്ത ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായ ഒരാൾ സ്ഥിരം മദ്യപിക്കുന്ന ആളായിരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളുകൂടിയാണ്. ഇബാദത്തിന് ശല്യമാകും വിധം അയാൾ മദ്യപിച്ച് ലക്കുകെട്ട് ബോധം നഷ്ടപ്പെട്ട് ജീവിതത്തെ ഓരോ രാത്രിയും തള്ളി നീക്കും. അയാൾക്ക് ലഹരി ബാധിച്ചാൽ പാട്ട് പാടാൻ തുടങ്ങും. ആ പാട്ടാണെങ്കിൽ അബൂ ഹനീഫ തങ്ങൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും, ശല്യമാവും. പക്ഷെ അബൂ ഹനീഫ റളിയല്ലാഹു ഒന്നും അയാൾക്കെതിരെ പറയുകയോ ആക്ഷൻ എടുക്കുകയോ ചെയ്തിട്ടില്ല. ഒരു ദിവസം മദ്യപാനിയായ തൻ്റെ സ്ഥിരം പാട്ട് പാടാറുള്ള ആ അയൽവാസി ഉണ്ടല്ലോ, അയാളുടെ സൗണ്ട് കേൾക്കാനില്ല. അന്വേഷിച്ചു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാരണത്താൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം ലഭിച്ചത്. ഉടനെ തന്നെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നിയമപാലകരുടെ അടുത്തേക്ക് പോയി. അപ്പൊ അവരൊക്കെ ബേജാറായി, ഇത്രയും വലിയ ആലിം പണ്ഡിതൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേക്കണത്? എൻ്റെ അയൽവാസിയായ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞു. അയാളെ രക്ഷപ്പെടുത്തണം, അയാളെ കേസ് ഒഴിവാക്കണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അയാൾ അത്ഭുതപ്പെട്ടു. ഞാൻ എത്ര കാലമായി ഈ മഹാന്റെ ശല്യമായി പാട്ടും പാടി കൂത്താടി ജീവിക്കുന്നത്, എന്നിട്ടും ആ മഹാൻ തിരിച്ച് എന്നോടുള്ള നിലപാട് എന്തൊരു സൗന്ദര്യവും സൗരഭ്യമുള്ള നിലപാടാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് അയാൾ കള്ളുകൂടി നിർത്തി. അയാൾ തൗബ ചെയ്ത് നന്നായി, ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു. അയാൾ നല്ല ജീവിതം നയിച്ചു. എന്താ കാരണം? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിന്റെ പ്രകാശം അയൽവാസിക്ക് കിട്ടി. ഇതേപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴാണോ ഇസ്ലാം ഉണ്ടാവുന്നത് അപ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എല്ലാവർക്കും ബോധ്യമാവുന്നത്.
അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഹോൺ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകാൻ പറ്റുമോ? ബുള്ളറ്റ് അതിൻ്റെ പരമാവധി സൗണ്ട് എടുത്തുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ എത്ര പേര് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ ഓരോരുത്തരും ചിന്തിക്കണം. അതാണ് ഇസ്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജനങ്ങളോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും. ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മതമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഈശ്വരവാദിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ, മുസ്ലിം ആവട്ടെ, ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ, ഡൊറാസ്റ്റിക് ആവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ, എനി വൺ, അയാളൊരു മനുഷ്യനാണ് എന്ന പരിഗണന നമ്മൾ കൊടുക്കണം. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ ബുനയ്യ, ഓ കുഞ്ഞു മോനെ, മോനിക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അല്ലേ? ഉണ്ടാവും. എങ്കിൽ മോൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇൻ ഖദർതാൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ. ഒരു മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ ഒരാളോടും വെറുപ്പില്ലാതെ ഡെയിലി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മോൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമാണ് 5 ദിവസത്തെ പ്രഭാഷണം കഴിയുമ്പോഴേക്ക് നമ്മൾ ഓരോരുത്തരാകുന്ന ഓഡിയൻസിന് കിട്ടേണ്ടത്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ തൻ്റെ അയൽവാസിയായ മജൂസിയായ ഒരാൾ, മജൂസി എന്ന് പറഞ്ഞാൽ തീ ആരാധകൻ, നമ്മുടെ മതത്തിലല്ല അയാളുടെ വിശ്വാസം, അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, 10 കൊല്ലമായി നമ്മൾ അയൽപക്ക ബന്ധം തുടങ്ങിയിട്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് പുറത്തു തരണം എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ള വളരെ ദുർഗന്ധം വമിക്കുന്ന ടോയ്ലറ്റിലെ പൈപ്പ് ഉണ്ടല്ലോ പുറത്തേക്ക് പോകുന്നത്, ആ പൈപ്പ് പൊട്ടിയിട്ട് എൻ്റെ വീട്ടുമുറ്റത്തൂടെയാണ് ഒഴുകണത്. 10 കൊല്ലം ഞാനത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഈ പറയുന്നതും പരാതിയല്ല മോനെ. ഞാൻ മരിച്ച എൻ്റെ ഈ വീട്ടിൽ ആരാ താമസിക്കുക എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് ശല്യമാവും. അവർക്ക് ശല്യമാകുമ്പം അവർ നിന്നോട് തർക്കിക്കും. അപ്പം എൻ്റെ മരണശേഷം പോലും എൻ്റെ അയൽവാസിക്ക് പ്രയാസമാവരുത് എന്ന് കരുതിയിട്ടാണ് മോനെ ആ പൈപ്പ് ഒന്ന് ശരിയാക്കണേ എന്ന് പറയുമ്പോഴേക്ക് അയാൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങൾ നോക്കൂ ചരിത്രം. ഇതാണ് വഹുസ്നുൽ ഖുൽഖ്. നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രതിഫലമുള്ള നന്മ എന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയേ. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നന്മ ഏതാ? 1, വെള്ളം കൊടുക്കൽ. ഈ വെള്ളം കൊടുത്താൽ ആയിരിക്കാ കൂലി? കൊടുത്താക്ക്. എന്താ അതിൻ്റെ ഗുണം? വേറൊരാൾക്ക് ഗുണം ഉണ്ടാവും. അപ്പൊ വേറൊരാൾക്ക് ഗുണം നമ്മളെ കൊണ്ടുണ്ടായാൽ നമ്മൾ സ്വർഗത്തിലെത്തും. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. എന്താ കാരണം? അത് കുറെ ആളുടെ പട്ടിണി അകറ്റാൻ നീ കാരണമായി. അതെന്നെ കാരണം. ആൾക്കാരുടെ മുമ്പിൽ നീ പോകുന്ന സമയത്ത് സുഗന്ധം പുരട്ടൽ സുന്നത്താ. എന്തേ? വേറൊരാൾ നിന്നെ മണക്കുമ്പോൾ അയാൾക്ക് പരിമളം ഉണ്ടാവും. അതുകൊണ്ട് നിനക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും. ആൾക്കാരെ കണ്ടാൽ പുഞ്ചിരിക്കൽ സുന്നത്താ. അതെന്തിനാ? നിന്നെ കാണുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവാൻ. അപ്പോൾ നിനക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തുൻ. നല്ല വാക്ക് പറയൽ സ്വതക്കയാണ് ഇസ്ലാമിൽ. എന്തേ? കേൾക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവാൻ. അപ്പോൾ ഒരു മുസ്ലിമിനെ മണക്കുന്ന ആളായാലും അനുഭവിക്കുന്ന ആളായാലും കേൾക്കുന്ന ആളായാലും കാണുന്ന ആളായാലും എല്ലാവർക്കും സന്തോഷം കൊടുക്കുമ്പോഴാണ് ദ റിയൽ മുസ്ലിം, അൽ മുസ്ലിം എന്ന് പറയുന്ന ആൾ രൂപപ്പെടുക. അപ്പോഴാണ് ഒരു ഒറിജിനൽ മുസ്ലിം ആവുക. അത് മനുഷ്യർക്ക് മാത്രമാണോ? അല്ല, മനുഷ്യേതര ജീവികൾക്കും അങ്ങനെ തന്നെ. കറവപ്പശുവിൻ്റെ അടുത്ത് കറവിന് പോകുമ്പോൾ നേരത്തെ തന്നെ നിന്റെ നഖം വെട്ടിവെക്കണം. അതിന് അതിൻ്റെ അകിടിന് മുറിവില്ലാതിരിക്കാൻ.
കണ്ടോ, അറവ് മൃഗത്തിന്റെ മുന്നിൽ നിന്ന് നീ കത്തി മുറിച്ച കൂട്ടരുത്. അതെ, കൊല്ലുന്നതിന് മുമ്പ് കൊല്ലരുത്. അത്ര തന്നെ അതിന്റെ കാരണം. എന്തിനാ അതിനെ അനവധി തവണ മരിപ്പിക്കണത്? ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യങ്ങാനും പഠിച്ചിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ എന്തൊരു പരിമളായിരിക്കും അയാളുടെ ജീവിതം കൊണ്ട്. നിങ്ങൾ നോക്കൂ, ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്നു, അയാളോട് പെരുമാറേണ്ട രീതി ഇസ്ലാം എങ്ങനെ പറയണത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുമ്പോൾ വീട്ടുകാരനാണ് ആദ്യം വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കൈ കഴുകേണ്ടത്. അതെന്തിന്? അതിഥിക്ക് ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഒന്ന്. വാഷ് ബേസ് എവിടെയാണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം, അതാണ് ലക്ഷ്യം. അതേസമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിഥിയാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത്, വീട്ടുകാരനല്ല. വീട്ടുകാരൻ ആദ്യം എഴുന്നേറ്റാൽ അതിഥിക്ക് തോന്നും ഞാൻ തിന്നൽ നിർത്താനായി. അത് തോന്നിപ്പിക്കരുത്, അയാൾക്ക് വേണ്ടുവോളം തിന്നോട്ടെ. അപ്പൊ വീട്ടുകാരന് ഭക്ഷണം മതിയായെങ്കിലും അതിഥി എഴുന്നേൽക്കുന്നവർ അവിടെ ഇരുന്ന് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കി എന്തൊരു മതമാണ് നമ്മുടെ മതം. കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് ബിസ്മി ഉറക്ക ചൊല്ലൽ സുന്നത്ത ഒരാൾ. അതെന്തിന്? എല്ലാവർക്കും ആ സുന്നത്ത് ഓർമ്മിപ്പിക്കാന്. അതേസമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി എന്നുള്ള ദിക്ർ അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നുള്ള ദിക്ർ ഉറക്ക ചൊല്ലൽ സുന്നത്തില്ല ആദ്യം എഴുന്നേൽക്കുന്ന ആൾ. അതെ, ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ഉറക്ക അൽഹംദുലില്ലാ എന്ന് ഇല്ല, ബാക്കിയുള്ളവർക്കൊക്കെ തോന്നും നമ്മളൊക്കെ തിന്നൽ നിർത്താനായി. അത് വേണ്ട, ആരെയും പ്രയാസപ്പെടുത്തണ്ട. ഇത്ര സൗന്ദര്യമുള്ള ഒരു പ്രത്യാശാസ്ത്രം, ഇത്ര സൗന്ദര്യമുള്ള ആശയം വേറെ എവിടെയുള്ളത്? ഇത് നമ്മൾ പഠിക്കുന്നില്ലല്ലോ. വഹുസ്നുൽ ഖുൽഖ്, നമുക്കാദ്യം വേണ്ടത് അതാണ്, നല്ല സ്വഭാവം. അപ്പൊ നമ്മളെ കണ്ടാൽ കാണുന്നവർക്കൊക്കെ എന്താണ് ഇസ്ലാം എന്ന് ഒരു ലഘുലേഖയും ഒരു CD-യും ഒരു യൂട്യൂബ് ലിങ്കും ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റണം. നമ്മളെ കൂടെ ഒരു 5 മിനിറ്റ് ജീവിച്ചാൽ, നമ്മുടെ കൂടെ ട്രെയിനിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ ആ സഹയാത്രികന് ബോധ്യാവണം ഇതാണ് ഇസ്ലാം എന്ന്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ജീവിതത്തിന് മധുരം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞകാല മഹാന്മാര് നാടും വീടും വിട്ട് വ്യത്യസ്ത നാടുകളിൽ യാത്ര ചെയ്ത് എത്തി ആ ജീവിതം കൊണ്ട് ഇസ്ലാം പ്രകാശിപ്പിച്ചപ്പോൾ ഈ നാടടക്കം ഇവിടെ കിടക്കുന്ന മഹാനവറുകളെ ഓർത്തെടുക്കുന്നു. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ ഈ സ്വഭാവം, ഇതിൻ്റെ നന്മ ആദ്യം തുടങ്ങേണ്ടത് എവിടെയാ? ആദ്യം ഇതിൻ്റെ നന്മ തുടങ്ങേണ്ടത് വീട്ടിലാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം തുടങ്ങേണ്ടത് വീട്ടിലാണ്. വീട്ടുകാരോട് നല്ല സ്വഭാവത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും പെരുമാറേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖൈറുക്കും ലി അഹ്ലിഹി, കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. അപ്പൊ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അർത്ഥമില്ലേ? നിങ്ങളിൽ ഏറ്റവും മോശം ആരാണ്? അതിന് നെയ്ലുൽ ഔത്താർ എന്ന ഗ്രന്ഥം ഉദ്ധരിച്ച് പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഭാര്യ മക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. അപ്പൊ ഏറ്റവും മോശം അന്യ സ്ത്രീകളോടൊക്കെ അടിപൊളി സ്വഭാവം, ഭാര്യ ഫോൺ വിളിച്ചാൽ വേഗം വെക്കാൻ പറയും. പറമ്പത്ത് പണിയെടുക്കാൻ വന്ന പണിക്കാരത്തിനോട് കിന്നാരം പറയാൻ ആജിക്ക ഓക്കെയാണ്, ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ആട്ടി ഓടിക്കും. ഓഫീസ് സ്റ്റാഫായ ലേഡി സ്റ്റാഫിനോട് മിണ്ടാനും കിന്നാരത്തിന് അടിപൊളിയുണ്ട് ചെറുപ്പക്കാരൻ, ഭാര്യ ഫോൺ വിളിച്ചാൽ ഞാൻ ചെറിയ ബിസിയാണ്. ഇയാളാണ് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്നാണ് കിതാബുകൾ പറയുന്നത്. അങ്ങനല്ല ആവേണ്ടത്. മറിച്ച് ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ പുറത്തെടുക്കേണ്ടത് നമ്മളെ സ്വന്തം വീട്ടിലാണ്. ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബങ്ങൾ.
ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഅന ഖൈറുക്കും ലിഅഹ്ലി, ലോകത്തെ ഏറ്റവും നല്ല കുടുംബനാഥൻ ഞാനാ, നിങ്ങൾ പോയി എൻ്റെ ഭാര്യമാരോട് ചോദിച്ചു നോക്കൂന്ന്. ഉർവത്ത് റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു ആയിഷ ബീവിയോട്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടായിരുന്നത്? അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിപൊളി മറുപടി, അടുക്കളപ്പണിയിൽ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കളപ്പണിയിൽ സഹായിക്കും. ചെരുപ്പ് തുന്നും, പാത്രം കഴുകിത്തരും, ബക്കറ്റ് പൊട്ടിയാലൊക്കെ ശരിയാക്കി തരും. അടുക്കളപ്പണിയിൽ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ പണി കുറവാ. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യമാർക്ക് പണി ഒന്നും പറയണ്ട, മിണ്ടാണ്ട് നിന്നാ മതി. പിന്നെയും ആയിഷ ബീവി പറയാ, ആടിനെ കറക്കും, എന്നിട്ട് ഗ്ലാസ്സിൽ പാല് നിറച്ചാൽ എനിക്ക് കുടിക്കാൻ തരും. എനിക്ക് കുടിച്ച് മതിയായാൽ ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കും. ഞാൻ തിന്ന മാംസത്തിന്റെ കഷ്ണം ബാക്കി വാങ്ങിയാൽ ഞാൻ പല്ല് വെച്ച അതേ സ്പൈസിൽ പല്ല് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നു. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, ആയിഷു, ആയിഷു എന്നാ വിളിക്കല്, ഓട്ടം മത്സരം നടത്തിയാലോ? ഓട്ടം മത്സരം നടത്തി, ആയിഷ ബീവി ജയിച്ചു. കാലം കുറേ കഴിഞ്ഞിട്ടൊരു യാത്രയിൽ സ്വഹാബത്തിനോട് ഉറങ്ങൾ കുറച്ച് മുന്നോട്ട് സ്പീഡിൽ പോടും. എന്നിട്ട് ആയിഷ ബീവിനോട് അടക്കം പറഞ്ഞു, ഒന്നുകൂടി ഓട്ടം മത്സരം നടത്തിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചു. അന്നേരം നബി തങ്ങൾ പറയാം, ഹാദിഹി ബിത്തിൽക, ഇപ്പം മത്സരത്തിന്റെ സ്കോർ ബോർഡ് 1-1 ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആനന്ദത്തോടെ ആസ്വാദനത്തോടെ കളിത്തമാശകളിൽ ഏർപ്പെടൽ, ഭാര്യയോട് ഏർപ്പെടൽ, ഭർത്താവിനോട് ഏർപ്പെടൽ ഇണകൾക്ക് സുന്നത്താണ്. ഇപ്പോഴും ചില ആണുങ്ങന്മാരുണ്ട്, എന്തൊരു കടുംപിടുത്തമെന്നറിയോ, അവര് അഭിമാനത്തോടെ പറയും, ഉസ്താദേ ഞാനൊക്കെ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ പിള്ളേർ പിന്നെ മിണ്ടൂല. ഒരു പാമ്പ് കയറിയാലും അങ്ങനെ തന്നെയല്ലേ, ഒരു സിംഹം കയറിയാലും അങ്ങനെ തന്നെയല്ലേ, അത് വലിയ കാര്യമാണ്. ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മിണ്ടൂല, അല്ല കാര്യമായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ രക്ഷിതാവാൻ നമ്മൾ ശ്രമിക്കരുത്. നിങ്ങൾ നോക്കൂ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ലോക അറിയപ്പെട്ട പണ്ഡിതനാ. ആ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഭാര്യക്ക് അസുഖം വന്നാൽ, അവൾക്ക് കിടത്തപ്പായെന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അത്രയും പ്രയാസം ഉണ്ടായാൽ, അവൾ കിടത്തപ്പായിൽ തന്നെയാണ് കാഷ്ടിക്കുന്നതും മൂത്രയിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ഞാൻ അതൊക്കെ വൃത്തിയാക്കും നല്ല മനസ്സോടെ. കാരണം എനിക്ക് അസുഖം വന്നാൽ അവൾ എനിക്ക് എന്തെല്ലാം ഹിദ്മത്തെടുക്കാറുണ്ടെന്ന് ഞാൻ ആലോചിക്കും. ഷഅറാനി ഇമാം പറയാ, അല്ലാതെ ഞാൻ എന്ത് ചിന്തിക്കൂല, ഇവളെ ഏതായാലും എനിക്ക് കിട്ടൂല, ഇനി ഏതായാലും 2ാം കെട്ട് കെട്ടിയാലോ, ഒരു പെണ്ണിനെയും കൂടി കെട്ടിയാലോ എന്ന് ചിന്തിക്കൂല. കാരണം ഇമാം ഷഅറാനി തങ്ങൾ പറയാ, തൻ്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്, ഓൾറെഡി ഇപ്പോൾ അവൾക്ക് ശരീരത്തിന് വേദന ഉണ്ട്, ഇനി ഞാൻ 2ാം കെട്ടും കൂടി കെട്ടിയാൽ അവൾക്ക് മനസ്സും കൂടി വേദനയായി പോകും. ഒരു വേദന എന്നെ പാവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ പണിക്ക് വെക്കൂല. ചില ഭർത്താക്കന്മാരുടെ പ്രധാന ഡയലോഗ് എന്നെ എന്തു പറഞ്ഞാലും ഞാൻ 2ാം കെട്ടൂന്നാണ്. ഇതാണ് ഭാര്യക്ക് കൊടുക്കുന്ന പ്രധാന ഭീഷണി. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, എനിക്ക് അസുഖമായാൽ പോലും ഞാൻ എൻ്റെ മക്കളെടുത്തിട്ട് കളിപ്പിക്കും. എന്തിന്? എൻ്റെ ഭാര്യക്ക് എന്തെല്ലാം ജോലി ഉണ്ടാവും പാവത്തിന്. കുട്ടികൾ കാരണം ഉടനെ വൈഫിനെ ഏൽപ്പിക്കലല്ല, ഞാൻ തന്നെ അവരെങ്ങനെ കളിപ്പിക്കും.
നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഷാഫി ഫിഖും സൂഫിസൊക്കെ കലക്കി കുടിച്ച പണ്ഡിതനാ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. ആ ഷഹറാനി ഇമാമ പറയുന്നു, ചിലപ്പോ രാത്രി മുഴുവനും മക്കൾ കരഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കൊഴിയും. ഞാൻ വിചാരിക്കും എൻ്റെ വൈഫ് ഉറങ്ങിക്കോട്ടെ എന്ന്. ഇതാണ് ഇന്നലകളിൽ ജീവിച്ച മഹാന്മാർ ഭാര്യമാരോട് കുടുംബത്തോട് പെരുമാറിയ രീതി. ഞാൻ വീട്ടിൽ കയറിയാൽ പിന്നെ പിള്ളേർ മുണ്ടല്ലോ. ഈ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് സോഫ്റ്റ് ലൈഫായിരിക്കണം നമ്മുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ കയറിയാൽ എങ്ങനെ? പിള്ളേരെല്ലാം ഓടി വന്ന് മടിയിലിരുന്നു, തോളത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വണ്ടിയാക്കി കളിപ്പിക്കുകയൊക്കെ ചെയ്യും കുട്ടികളെ. അപ്പോൾ ഒരു സഹാബി ഇത് കണ്ടിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് നല്ല വണ്ടിയാണല്ലോ കിട്ടിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, വണ്ടി മാത്രമൊന്നുമല്ല സൂപ്പർ, ഡ്രൈവർമാരും അടിപൊളി തന്നെയാണ്. കുട്ടികളെപ്പരം തന്നെ നബി തങ്ങൾ. എന്തൊരു നേതാവെന്ന് പറയപ്പെടാം നേതാവ്. നമുക്കറിയും, നമ്മൾ പഠിക്കുമോ? നമ്മൾ പഠിക്കണം, കൂടുതൽ കൂടുതൽ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ ഭാര്യമാരോട് പെരുമാറിയത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞല്ലോ, നബിതങ്ങളും ഭാര്യയും മാത്രമാണെങ്കിൽ എന്തൊരു തമാശ, എന്തൊരു സന്തോഷം, എന്തെല്ലാം ആനന്ദങ്ങൾ. അത് പഠിപ്പിക്കുന്ന ഒരാശയുണ്ട്. നമ്മളും ഭാര്യയും തമ്മിലുള്ള സന്തോഷങ്ങളൊന്നും സ്റ്റാറ്റസിലിടാനുള്ളതോ റീൽസ് ആക്കാനുള്ളതോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിങ്ങിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യാനുള്ളതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ചില ആൾക്കാർ ഭാര്യനെ എവിടെയെല്ലാം കൂട്ടിപ്പോണ്ടോ അത് മുഴുവനും സ്റ്റാറ്റസിൽ വരും. വൃത്തികേട് എന്നല്ലാതെ വേറെന്ത് പറയാനാ? കണ്ണേറ് തട്ടാൽ വേറൊന്നും വേണ്ട. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾ നന്നാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അയാൾ സൽസ്വഭാവിയാവുക എന്നുള്ളതാണ്. സൽസ്വഭാവം ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ വീട്ടിലാണ്. എന്താണ് സൽസ്വഭാവത്തിൻ്റെ മാനദണ്ഡം? ആരോടും ദേഷ്യമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എല്ലാവർക്കും നല്ലത് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതാണ് നമുക്കുണ്ടാവും. ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പിടിച്ചു തെരുമാറാവട്ടെ. രണ്ടാമത്തതാണ് വതഖ്വല്ലാഹി തആല. അള്ളാഹിനോട് നല്ല സ്വഭാവമായിരിക്കണം. നാട്ടുകാരോട് നല്ല പുഞ്ചിരിയും അടിപൊളി സ്വഭാവമൊക്കെ ആയിട്ട് അള്ളാഹിനോട് നേരെ ഉൾട്ടയായാൽ പിന്നെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അള്ളാഹിനോട് നല്ല സ്വഭാവമായിരിക്കണം. എന്താണ് അള്ളാഹിനോടുള്ള നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള ജീവിതം അള്ളാന്റെ കൂടെയുള്ള ജീവിതമാണ്. ഒരാൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല ജീവിതം ഏതാണ്? തൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള ജീവിതമല്ല, തൻ്റെ ഇണതുണകളോടൊപ്പമുള്ള ജീവിതമല്ല. അള്ളാന്റെ കൂടെയുള്ള ജീവിതത്തിനേക്കാൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ ജീവിതം വേറെ ഇല്ല. എന്താണ് അള്ളാന്റെ പേരുള്ള ജീവിതം എന്ന് പറഞ്ഞാല്? എല്ലാ കാര്യം ചെയ്യുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാവുക. ഏത് കാര്യം ചെയ്യുന്നതും അള്ളാഹുവിന് വേണ്ടിയാവുക, വേറെ ആർക്കും വേണ്ടിയല്ല. പ്രസംഗിക്കുന്നത്, സ്വാഗതം പറയുന്നത്, സ്റ്റേജ് കെട്ടുന്നത്, സംഘാടനം വഹിക്കുന്നത്, സംഭാവന കൊടുക്കുന്നത് എല്ലാം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയാവുക, അഥവാ നല്ല നിയത്തോടെ ചെയ്യുക. നോട്ടീസിൽ നമ്മളെ പേര് വന്നിട്ട് ഇപ്പം എന്താ കാര്യം? ഒരു ഹാജിയാരുടെ പേര് നോട്ടീസിൽ വന്നു എന്നതുകൊണ്ട് ഹാജിക്കാർക്ക് എന്താ കിട്ടേണ്ടത്? മഴക്കാലത്താണെങ്കിൽ മഴ പെയ്താൽ ഈ തെങ്ങിനൊട്ടിച്ച നോട്ടീസ് ഉതിർന്നു പോകും, അല്ലേ? ഇനി വേനൽക്കാലാണെങ്കിൽ
ഒരു പശുവോ മറ്റോ വന്നിട്ട് ആ നോട്ടീസ് ആജിക്കാവാന്നാക്കിട്ട് കടിച്ചിട്ട് തിന്നിട്ട് പോവുകയും ചെയ്യും. വേറെ ഇപ്പൊ കിട്ടുക. നമ്മൾ ഫോട്ടത്തിൽ കുടുങ്ങി. അതുകൊണ്ട് ഇപ്പൊ എന്താ കിട്ടേണ്ടത്? സ്വാഗതത്തിൽ നമ്മളെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്താ? ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ എല്ലാം ബാത്തിലായി. പണ്ടൊക്കെ നല്ലൊരു കാര്യം ചെയ്യണമെങ്കിൽ നല്ല മനസ്സ് മതി. ഇപ്പം നല്ലൊരു കാര്യം ചെയ്യണമെങ്കിൽ നല്ല ക്യാമറ വേണം. ഇല്ലെങ്കിൽ പലരും ഒന്നും ചെയ്യൂല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ ഉദാഹരണം? ഒരു ഹാജിയാൻ അയാളുടെ ലാസ്റ്റ് മോളെ കല്യാണം ആകുമ്പോൾ പൊതുവെ അടിച്ചു പൊളിക്കും. കാരണം ഇനി ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് അടിച്ചു പൊളിക്കാൻ കഴിയില്ലല്ലോ. അപ്പം പിന്നെ പരമാവധി അടിച്ചു പൊളിച്ച് ഖബറിൽ പോകുന്നതിന് മുമ്പ് എന്നെ പരമാവധി തെറ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് മൂപ്പരുടെ ഒരു അജണ്ട. അതുകൊണ്ടാണ് ഈ സെൻഡ് ഓഫിന് അടിച്ചു പൊളിയൊക്കെ ഉണ്ടാവും. ഇനി ആ ചാൻസ് ഇല്ലല്ലോ എന്നുള്ള ആൾക്ക് അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു കല്യാണം, ലാസ്റ്റ് മോളെ കല്യാണം. ആ കല്യാണത്തിൻ്റെ ഫുഡിന് മാത്രം 10 lakh എബവ് ചിലവായി. 3 ദിവസം പരിപാടി. എല്ലാതരം ഫുഡും ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്. എന്താ അതിനെപ്പറ്റി പറയേണ്ടത്? വെരി ഡിലീഷ്യസ് ഫുഡ്സ് എന്ന് പറയാം. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ബഫറ്റ് സിസ്റ്റമാണ്. ഇറന്നിട്ട് വാങ്ങാം തരുമോ? അങ്ങനെ ഉണ്ടാവില്ല. അയാളാണെങ്കിൽ ആ കല്യാണം നടത്തുന്ന സമയത്ത് അയാളെ മനസ്സിലുള്ള ചിന്ത ഹൈപ്പോക്രസി ആൻഡ് വാനിറ്റി, പൊങ്ങച്ചാണ്. നാട്ടുകാർ കാണണം എൻ്റെ മോളെ കല്യാണം എങ്ങനെ ഉണ്ട്. ഇന്നേ വരെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാർ പറയണം. ഹാജി ആര് പന്തലിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വരുന്നോടൊക്കെ ഫുഡ് കഴിയോ? ഫുഡൊക്കെ ടോപ്പല്ല എന്നൊക്കെ ഒരു ഹൈ ലെവലിലെ ഉപര സംസാരം തന്നെ. അപ്പൊ കാറ്ററിങ്ങിന്റെ ടീം ഇടക്ക് വന്ന് 3:30 ആകുമ്പോൾ, ഉച്ച 3:30 ആകുമ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ വന്ന് തീർന്നോ? ഇല്ല, എൻ്റെ കൂടെ ബഹ്റൈനിൽ ഒരു 2 വർഷം ഫ്ലാറ്റിലുണ്ടായിരുന്ന ഒരു ഫാമിലി ഫ്രം കാനങ്ങാട്, ദേ ആർ കമ്മിങ് എന്നുള്ള അർത്ഥത്തിൽ ഉപരി പറയുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റയിൽ, ഇന്നോവ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ട്രെയിനിൽ വന്നാലും ഇന്നോവ വന്നാലും ബിരിയാണി തന്നെ കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ ടീമൊക്കെ ഹൈ ലെവലിലേ വരുള്ളൂ എന്നുള്ള ഒരു കിബിർമല ഉപര വർത്താനം ഇന്നോവയിൽ ക്രിസ്റ്റയിൽ വരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ അവർ കൂടി വന്ന് കാറ്ററിങ്ങിൻ്റെ ടീമിനോട് ചോദിച്ചു, ഫുഡൊക്കെ എത്തി. 1800 ആളാണ് ഞാൻ ക്ഷണിച്ചത്. ഏറെക്കുറെ ആൾ വന്നിട്ടുണ്ട്. വന്നു. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, ആജിക്കാനൊന്ന് 6 അടിച്ചിട്ട് മേലെ കയറ്റിയിട്ട് ചോദിച്ചു, ഇവർക്കറിയാം ആജിക്ക റബ്ബർ സ്റ്റാമ്പ് മേലെ ഇങ്ങനെ പൊന്തൂന്ന് ചോദിച്ചു, ഹാജിക്ക് ഇതെങ്ങനെ കറക്റ്റ് ഫുഡൊക്കെ എത്തിയത്? ആ നിങ്ങൾ പറഞ്ഞ ആ കാനങ്ങാട് ആ ടീമില്ലേ, അവർ കഴിയലോടുകൂടി ചെമ്പ് പാത്രത്തിൽ ചോറ് കഴിഞ്ഞു, ഫ്രൈ കഴിഞ്ഞു, ഐസ്ക്രീം തീർന്നു, ഫ്രൂട്ട് സലാഡ് തീർന്നു, എല്ലാം കറക്റ്റ്. ശരിക്കും ആ ഈമാൻ ഉണ്ടൊക്കെ പറയേണ്ടത്, ഞാൻ ഇന്നലെ രാത്രി അള്ളാഹിനോട് വരുന്നതിന് ഒന്നും ഭക്ഷണമൊന്നും ആക്കല്ലേ എന്നുള്ളത്. മൂപ്പരങ്ങനെ. പക്ഷേ മൂപ്പരിക്ക് എന്ത് ഈമാൻ, മൂപ്പര് തിരിച്ചാ പറയുന്നത്. ആചാരിപ്പോൾ 1ാമത്തെയും 2ാമത്തെയും കല്യാണമല്ലല്ലോ, ഇത് 5ാമത്തെ കല്യാണമല്ലോ. എനിക്കൊക്കെ ഒരു നേക്കുണ്ട്, അത് കൃത്യമായിരിക്കും. കിബിറെന്ന് പറഞ്ഞാൽ കിബിറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിനിയാണ് മൂപ്പര്. അമ്മാതിരി കിബിർ. ഈ 10 ലക്ഷത്തിൽ ഒരു സംഖ്യ വരെ അള്ള സ്വീകരിക്കൂല, മുഴുവൻ വെള്ളത്തിലായിരിക്കും. അതിൻ്റെ ഇടയിൽ മൂപ്പര് പള്ളിയിലെ ദർസിലെ മുത്താലികളൊന്നും വിളിച്ചിട്ടില്ല. എന്നാലും മുദരിസ് ഉസ്താദിനെ വിളിച്ചത്, ഖത്തീബ് ഉസ്താദിനെയും വിളിച്ചത്. പള്ളിയിൽ ഭക്ഷണം എടുക്കുന്ന ഒരു അബ്ദുറഹ്മാനിക്കുണ്ട്, പാവം. കാലിനൊരു ചെറിയ അസുഖമുണ്ട്. ഏതോ ജില്ലക്കാരനാണ്, നമ്മളെ ജില്ല അല്ല, വേറെ ഏതോ ഒരു ജില്ലക്കാരനാണോ. അയാളെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചക്ക് ളുഹുറിസ്കാരം കഴിഞ്ഞിട്ട് ഖത്തീബ് ഉസ്താവും മുദരിസ് ഉസ്താവും ഭക്ഷണത്തിന് പോരുമ്പോൾ അബ്ദുറഹ്മാനിക്ക് കൊണ്ടോട്, നിങ്ങൾ വരുന്നില്ല? ഇല്ല. എന്തേ? അയാൾ ആജിക്കാനെ പറ്റിയിട്ട് ഗീബത്താവണ്ടെന്ന് കരുതി അയാളെ സൂക്ഷ്മത കൊണ്ട് അയാൾ പറഞ്ഞു, എന്താണെന്നറിയില്ല, അധികം വിശപ്പൊന്നും, നാസ്ത കുറച്ച് ബാക്കിയുണ്ടായിട്ട് അങ്ങനെ. അപ്പോൾ ഏതായാലും വരുന്നില്ലെങ്കിൽ നമ്മൾ പോയി വരാം
എന്ന അർത്ഥത്തിൽ ഇങ്ങനെ കാറിൽ കയറിയപ്പോൾ മുദരിസ് ഉസ്താദിനോട് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഇത് മിക്കവാറും ഹാജിക്ക് അബ്ദുറഹ്മാനിക്കാനെ കല്യാണത്തിന് വിട്ടുപോയതാണോ വിളിക്കാത്തതാണെന്ന് അറിയില്ല, എന്തായാലും ആ വിഷമം ഉണ്ടാവും. നമ്മൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ പാവം, നമുക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു പാവമല്ലേ, ശരിക്കും നമ്മളെക്കാൾ പ്രായമുള്ള, പിന്നെ മക്കളൊക്കെ ഒഴിവാക്കി പോയതുകൊണ്ടും ഭാര്യ മരിച്ചതുകൊണ്ടും അങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെ ഒരു രണ്ടാം ഘട്ടമായിരുന്നു, രണ്ടാം ഭാര്യയാണ്, മക്കളിപ്പോൾ അങ്ങനെ ആരോ ഉണ്ട്, ഒരു മോനാറ്റം നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമല്ലേ പാവം, ശരിക്കും പണ്ട് ഗൾഫിലൊക്കെ ഉണ്ടായ ആളാണ്, പിന്നെ രണ്ടറ്റം ജീവിതം മുട്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ ജോലി, ഹൗല് കഴുകൽ, മൂത്രച്ചോളി കഴുകൽ, ഉസ്താമാരെ ഫുഡ് എടുക്കൽ. എനിക്ക് തോന്നുന്നത് ആജിക്ക വിളിക്കാത്തതുകൊണ്ടാണോ എന്നാണ്. ഉസ്താദ് പറഞ്ഞാലും മുപ്പര് വരും പറയും. അങ്ങനെ മുതൽ ഉസ്താദ് കയറിയെടുത്തുനിന്ന് കാറിന്ന് ഇറങ്ങിയിട്ട് അബ്ദുറഹ്മാനിക്ക് ഭക്ഷണം വരെ, സത്യം പറയും നിങ്ങളെ കല്യാണം വിളിച്ചിട്ടില്ല വരെ, പക്ഷെ വിളിക്കാത്ത കല്യാണത്തിന് നിങ്ങൾ വരി, പക്ഷെ വിളിക്കാത്ത കല്യാണത്തിന് എങ്ങനെ വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദ്യക്ക് ക്ഷണിച്ചാൽ ഖാദിമായ അനസ് റളിയല്ലാഹുവിനെ കൂടെ കൂട്ടാറുണ്ട്. അപ്പോൾ ഒരാളെ വിളിച്ചാൽ ഖാദിമായ ആൾക്ക് അഥവാ ഡ്രൈവർക്കും ഖാദിമിനൊക്കെ ഒന്നിച്ചു പോകാമെന്ന് ഈ ഹദീസിൻ്റെ ഷറഹിൽ ഫത്തുൽ ബാരിയിലുണ്ട്. വരി എന്നാ ഉസ്താദ് പറയുന്നില്ല അങ്ങനെ അയാളെ പേരും അബ്ദുറഹ്മാൻ ഹാജിക്കാൻ. ആ 10 ലക്ഷത്തിൻ്റെ ആളുണ്ടല്ലോ, ഐസ്ക്രീം സ്ട്രോബെറി ആൻഡ് വാനില അടിയുണ്ടല്ലോ, മൂപ്പരെ പേരും അതന്നെ പേര്. മൂപ്പരങ്ങനെ മറ്റേ പന്തലിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ കഴിക്കുക, അത് ആ സോഫ മേലെ. അപ്പോൾ ഇയാൾ നീ വന്നില്ല കഴിച്ചില്ലേ? ഇയാളേക്കാൾ വയസ്സുണ്ട് ആ പാവത്തിന്, പക്ഷെ സമ്പത്തില്ല, അതാണ് പ്രശ്നം. കഴിച്ചാ അതാ മൂലക്കാതെ ഒരു സീറ്റ് പോയി കഴിച്ച് വേഗം വിട്ടോന്നു. വശലായിപ്പോയി പാവം. കഴിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ നാട്ടിലേക്ക് പോവാം, മലപ്പുറം വേങ്ങരയിലേക്കോ മറ്റോ പരപ്പനങ്ങാടി തിരൂരേക്കോ പോവാ, അന്ന് നാട്ടിൽ പോകേണ്ട ദിവസം. അങ്ങനെ അവിടുന്ന് ഒരു കടല മിഠായി വാങ്ങി 10 രൂപക്ക്. നാട്ടിലെത്തിയിട്ട് ഭാര്യയ്ക്ക് ഒരു കഷ്ണം കൊടുത്തു, ചെറിയ പേരക്കുട്ടിയുണ്ട് ആ കുട്ടിക്കും കൊടുത്തു, ഇയാൾ ഒരു കഷ്ണം തിന്നു, ഉമ്മാക്ക് പൊടിച്ചിട്ട് കൊടുത്തു, ബാക്കി പാക്കറ്റിൽ പൊടിയുള്ളത് ഉറുമ്പിന് സ്വതക്കാന്നും കരുതിയിട്ട് കൊടുത്തു. 10 രൂപക്ക് ഈ അബ്ദുറഹ്മാനിക്കാക്ക് സ്വർഗം, 10 ലക്ഷത്തിന് അബ്ദുറഹ്മാൻ ഹാജിക്കാക്ക് നരകം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, നീയത്താണ് പ്രധാനം ഏത് കാര്യം. ഇപ്പം ലൈവിൽ കൊടുക്കുക, ഫോട്ടോത്തിലുണ്ടാവുക, ഉസ്താദിൻ്റെ പേരെ ഫോട്ടോ എടുക്കുക, ഇതാണ് പുതിയ കാലത്ത് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ കാലത്ത് നമ്മൾ അതിജയിക്കണം. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അപ്പോഴൊന്നും നമ്മളെ നിലപാടിൽ മാറ്റം വരാൻ പാടില്ല. ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാവണം, അതാണ് വേണ്ടത്. ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവണം. അതാണ് അള്ളാഹുവിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം സ്വൈദുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിലും അതിൻ്റെ ചുരുക്കിയ അസ്സഹറുൽ ആത്തിർ ബിതൽഖീസ് സ്വൈദുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിലൊക്കെ കാണാം. രണ്ടാമത്തെ അർത്ഥം എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, ഖൽബ് കൊണ്ട് ഓർക്കുക, ഖൽബ് കൊണ്ടുള്ള ദിക്ർ അല്ലാഹ് അല്ലാഹ്, നാവ് കൊണ്ടുള്ള ദിക്ർ അല്ലാഹ് അല്ലാഹ് നമുക്കുണ്ടാവണം. ആ ജീവിതമായിരിക്കും ഏറ്റവും ടോപ്പ് ജീവിതം. അതിനേക്കാൾ ടേസ്റ്റ് ഉള്ള ഒരു സംഗതിയും ഉണ്ടാവില്ല. നമ്മൾ നല്ല ഫുഡ് അടിച്ചിട്ട് വന്ന് ഏമ്പക്കല്ലിട്ടിട്ട് അടിപൊളിയായിട്ട് വന്നു, അതാണോ കൂടുതൽ ടേസ്റ്റ്? തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പൊട്ടിക്കരഞ്ഞ അള്ളാഹിനോട് ദ്വാരന്ന് കണ്ണീര് തുറത്തുന്ന സമയത്ത് കിട്ടുന്നതാണോ കൂടുതൽ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ അനുഭവിച്ച മുഴുവൻ ആൾക്കാരും പറയല് രണ്ടാമത്തെ ആയിരിക്കും. ആ രണ്ടാമത്തെ ടേസ്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ കഴിയൂല. എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയല്? അത് അനുഭവിക്കേണ്ട സാധന. പനിയുള്ള ആളോട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പറയല് ഉപ്പില്ല എന്ന്. കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ച ആളോട് സൂര്യന് നല്ല ലൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ മുമ്പ് പറയും രാത്രി ആയോ എന്ന്. അത്രയോ എനിക്ക് പറയാൻ കഴിയുമോ? എനിക്ക് അതിൻ്റെ വിവരമില്ലാത്തതുകൊണ്ട്. അറബി ഭാഷ അറിയാത്തവരോട് ഖുർആൻ നല്ല സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? അള്ളാഹുവിനോടൊപ്പം ജീവിച്ച ഔലിയാക്കൾ അവരനുഭവിച്ച രസം നമുക്ക് കണ്ടെത്താൻ പറ്റണം. അതിനെന്തു പറ്റണം? ഒന്ന് പറഞ്ഞത് ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാവും.
രണ്ടാമത് പറഞ്ഞത് എല്ലാ സമയത്തും അള്ളാഹുവിന് ദിക്റില്ല. ഡെയിലി നമുക്ക് അള്ളാഹു തന്ന സമയം 24 മണിക്കൂറാണ്. എത്ര? 24 മണിക്കൂർ. അതിൻ്റെ മലയാളമാണ് 86,400 സെക്കൻഡ് എന്നുള്ളത്. അതിൽ എത്ര സമയം നമ്മൾ ആഖിറത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ടാവും? ഏറ്റവും ലാസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞത് ഇന്നലെയാണ്. എത്ര പേജ് നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടാവും? ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് സ്ക്രോൾ ചെയ്യുന്ന നമുക്ക് ഒരു തബാറക്ക സൂറത്ത് 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും. സമയമില്ല അതിന്. അധിക മനുഷ്യരും പരാജയപ്പെട്ടു പോകുന്നത് സമയം വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഐഫോൺ ഇറക്കിയ ആള് ചിന്തിക്കണത് ഇനി ഏതാ പുതിയത് വരുന്നത് എന്നുള്ള ഇതാണ്. സമയം നോക്കാൻ വേണ്ടി എടുത്ത ഫോണ് പിന്നെ സമയം പോയതന്നെ അറിയാത്ത കാലമാണ്. അതെ, പുതിയ കാലത്തെ കുട്ടികൾ പെട്ടുപോകുന്നത് സമയം വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അതാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുന്യാ സാഅ ഫജ്അൽഹാ ത്വാഅ. എടാ മോനെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയമാണ്, അതിനൊക്കെ നീ ഇബാദത്താക്കി മാറ്റണം. സമയം കൊണ്ട് സ്വർഗത്തിലെത്തുന്നവരുണ്ട്, സമയം കൊണ്ട് നരകത്തിലെത്തുന്നവരായിരിക്കും മഹാഭൂരിപക്ഷം ആൾക്കാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 18-ാം വയസ്സിൽ വല്ല ആക്സിഡന്റിലും കുമ്പളയിന്നോ ഉപ്പളയിന്നോ കാസർഗോഡെന്നോ കാനങ്ങാടുന്നോ മരിച്ച ഒരു പയ്യൻ. വയസ്സെത്ര? 18. മോളെ പ്രായത്ര? 16. ആഖിറത്തിലെത്തിയാൽ ഇങ്ങനെ ഏട് വായിക്കുമല്ലോ. വയസ്സ് 18, പേര് ഇന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം 16, 17, 18 3 കൊല്ലമാണ് ഭൂമിയിൽ ജീവിച്ചത്. പെൺകുട്ടിയാണെങ്കിൽ 14, 15, 16, 17, 18 4 കൊല്ലമാണ് ഭൂമിയിൽ ജീവിച്ചത്. ഏട് വായിക്കൂ. വായിക്കടോ. മലക്കൾ പറയും വായിക്കടാ. കോടിക്കണക്കിന് മൂമിനീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉപ്പാപ്പ, ഉമ്മാമ, ഇവിടെ കിടക്കുന്ന മഹാന്മാരടക്കം കേൾക്കത്തക്ക വിധത്തിൽ ഒച്ചത്തിൽ വായിക്കടോ. 4 കൊല്ലത്തിനിടയിൽ വായിക്കടോ. ചെയ്തു തീർത്ത കർമ്മങ്ങൾ വായിക്കേ. 1, 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. വേറെന്തിപ്പോൾ ഇപ്പോഴത്തെ തലമുറക്ക് പറയാനുണ്ടാവുക? ഇങ്ങനെ തോണ്ടൽ തന്നെ, വേറെന്തിപ്പോ കളി. ഇതെന്നാണ് നമ്മൾ നിർത്തുക? എടാ മോനെ, നിനക്ക് അള്ളാഹു 500 കൊല്ലം ആയുസ് തന്നു, മരിച്ചു. പിന്നെ ഒരു 500 കൊല്ലം അള്ളാഹു ഫ്രീ ആയിട്ട് തന്നു, 1000. പിന്നെ ഒരു 1000 കൂടി, 2000. പിന്നെ ഒരു 2000, 4. പിന്നെ ഒരു 4, 8. 8000 കൊല്ലം ജീവിച്ച് എന്ന് വിചാരിക്കാം. എന്നിട്ട് മരിച്ചു. നീ 8000 കൊല്ലം ഫുൾ ടൈം യൂട്യൂബിൽ വീഡിയോസ് കണ്ട്, എന്നാലും വീഡിയോസ് ബാക്കിയുണ്ടാവും. ഇത് കണ്ടു തീർക്കലല്ല നമ്മളെ ജീവിതത്തിന്റെ ഡ്യൂട്ടി. ഈ ഫ്ലക്സും കട്ടൗട്ടൊക്കെ കെട്ടാൻ വേണ്ടി മേലെ കയറിയ പയ്യന്മാരില്ലേ, ആ മോനെ തെങ്ങിന്റെ മേലേന്നും മതിലിന്റെ മേലേന്നും താഴെ ഇറങ്ങൂലേ? യെസ്. എവിടെ? ഈ ഗ്രൗണ്ട് ഫ്ലോറിലല്ല, കുറച്ചുകൂടി താഴെ. അതെവിടെ? ഖബറിൽ. അന്ന് ആരും സെലിബ്രേറ്റഡ് ഫാൻസ് അസോസിയേഷൻ ഒന്നും വരൂല. അന്ന് ഒറ്റക്കാ കിടക്കേണ്ടത്. അന്ന് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടാവുമെങ്കിൽ നമ്മൾ ചെയ്ത സ്വലാത്തും ദിക്റും ഖുർആനൊക്കെ ഉണ്ടാവും. കഫം പുടക്ക് കീശി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഫോണും വലിയ ഫോണും ഐഫോണും കൊണ്ടുപോകാൻ കഴിയില്ല. ഈ തിരക്കും അടിച്ചുപൊളിയൊക്കെ ആകപ്പാടുണ്ടാവുന്നത് ഹത്താ സുർത്തുമുൽ മഖാബിർ, മരിക്കണവരെ മാത്രം. ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കൽ എന്തിൻ്റെ പേരിലാണെന്നറിയോ? സമയം നഷ്ടപ്പെടുത്തത് ഓർത്തിട്ടായിരിക്കും. വെറുതെ സമയം കള്ളത് ഓർത്തിട്ടായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലൗലാ ഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹ് കുറച്ച് സമയം തരാവോ, കുറച്ച് സമയം തരാവോ അല്ലാ എന്ന് ചോദിക്കും. അത്രേ. ലാ യസ്തഗ്ഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരിക്കണമെന്ന് കണക്കാക്കിയ സമയത്തിൻ്റെ 1 സെക്കൻഡ് മുമ്പും ആവില്ല, പിന്നെയും ആവില്ല. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്ന് പഴുത്ത ചക്ക വീണ് മരിച്ചിട്ടുണ്ട്. അള്ളാന്റെ കണക്ക് നോക്കിയേ. 100-ലും 120-ലൊക്കെ സ്പീഡ് അനുവദിച്ച് സ്ഥലത്തെ രാജ്യങ്ങളിൽ വാഹനത്തിൽ പോകുമ്പോൾ റെഡ് സിഗ്നൽ കത്തി എല്ലാ കാറുകളും നിരനിര അവിടെ സ്റ്റോപ്പ് ചെയ്തു. ബ്രേക്കിൽ കാലുണ്ട്. എപ്പോഴാണോ ഗ്രീൻ ലൈറ്റ് കത്തുന്നത് അന്ന് വളരെ സ്പീഡിൽ വണ്ടി വിടാനുള്ള ആവേശത്തിലാണ് എല്ലാ ഡ്രൈവർമാരും. ഗ്രീൻ ലൈറ്റ് കത്തി. അല്പം സെക്കൻഡുകൾക്ക് ശേഷം
രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ വാഹനം തുരുതുര ഹോൺ അടിച്ചെങ്കിലും ഒന്നാമത്തെ വാഹനം അനങ്ങണില്ല. ദേഷ്യം പിടിച്ച് അയാളോട് ചൂടാവാൻ വേണ്ടി അയാളുടെ കാറിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇട്ട് അയാളുടെ കൈ സ്റ്റെയറിംഗ് മേലുണ്ട്. അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, തല ചെരിഞ്ഞിട്ടുണ്ട്, അയാൾ മരിച്ചിട്ടുണ്ട്. റെഡിൻ്റെയും ഗ്രീൻ ലൈറ്റിൻ്റെയും ഇടയിലുള്ള ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ കണക്ക് വന്നു. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ കുല്ലുമൻ അലൈഹ ഫാൻ. അള്ളാഹിൻ്റെ കണക്ക് വന്നാൽ വേറൊരു വർത്താന അവിടെ ഇല്ല. അതാണ് എല്ലാ അയിമ്മത്തും എഴുതി വെച്ചത്. ഒരാൾ മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കൽ സമയം നഷ്ടപ്പെടുത്തിയതിന് ഓർത്തിട്ടായിരിക്കും. ഇന്നലെ രാത്രി എത്ര മണിക്ക് നമ്മൾ ഉറങ്ങിയത്? നമ്മളൊക്കെ ഫോണിന് അഡിക്ഷനാണോ അല്ലയോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അഡിക്ഷനാണോ എന്ന് ചോദിച്ചാൽ ഫോൺ ഓഫായി, ചാർജ് ഇല്ല, നെറ്റ് കിട്ടുന്നില്ല, വൈഫൈ കട്ടായി, കറണ്ട് പോയി. അപ്പോൾ നമുക്ക് എത്ര സമയം, കുറേ സമയം പോകണം. ഇതൊരു തരം പിരാന്തളകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അഡിക്ഷനായതാ. ഇതെന്താടാ ഈ പറയണത്? നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തേക്ക് ലോകത്തേക്ക് നീ എത്തിയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഒരു 5 മിനിറ്റ് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റണില്ല. എടാ മോനെ, നമ്മൾ വയലിൽ വന്നിട്ടുണ്ട്. ഈ സമയം വേറെ ഒന്നിന് ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ജീവിതം ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നേക്കണത്. അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മളിലുണ്ടാവും. ഇനി ഒരാൾ പരലോകത്തെത്തിയാലോ അയാൾ എന്തിൻ്റെ പേരിലാണ് ടെൻഷൻ അടിക്കല്? അതും ടെൻഷൻ ഉണ്ടാവുന്നത് സമയം നഷ്ടപ്പെടുത്തിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഒരാൾ നരകത്തിലെത്തിയാൽ ഇയാൾ വിളിച്ചു പറയൂ എത്രേ. നരകശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ, നരകശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറയും, റബ്ബനാ, അല്ലാഹുവേ. എന്താണോ കുറേ നേരം വിളിക്കുന്നത്? എന്താ വേണ്ടേ? അഖ്രിജിന, ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കോന്ന്. എന്നിട്ട് എന്താ വേണ്ടത്? ഭാര്യനാണോ? അല്ല. ഭർത്താവോ? അല്ല. സമ്പത്തോ? അല്ല. പിന്നെ എന്ത്? വണ്ടിയോ? അല്ല. സമ്പത്തും അല്ല, വണ്ടിയും അല്ല, ഇണതണകളല്ല, വീടല്ല, ഭക്ഷണവും അല്ല. പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? കുറച്ച് സമയം തരുമെന്ന്. കുറച്ച് സമയം? അതെന്തിന്? കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ എത്ര വേണം? 1 കൊല്ലം ഇല്ലില്ല. 1 മാസം വരെ കിട്ടും? ഇല്ല. 1 ദിവസം ഇല്ല. അരമാസം ഇല്ല. അര ദിവസം, 1 മണിക്കൂർ, അരമണിക്കൂർ, 1 മിനിറ്റ്, അര മിനിറ്റ്, 1 സെക്കൻഡ് ഇല്ല. അര സെക്കൻഡ് കിട്ടോ? അര സെക്കൻഡ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, സുബ്ഹാനല്ലാഹ് സുബ് എന്നുള്ള 2 അക്ഷരം ചൊല്ലിയാൽ അത്രയും കൂലി കിട്ടുമല്ലോ. ഓഹോ ഓഹോ ഇല്ലടാ. അപ്പൊ നിങ്ങക്ക് പണ്ട് ആയുഷ്കാലമൊക്കെ തന്നിട്ടില്ലേ? ഇനിയും ആയുഷ് തന്നിട്ട് നീ പണ്ടത്തെ പൊട്ടൻ ജീവിതം നയിക്കാനാണോ? അല്ലല്ല. നിഅമൽ സ്വാലിഹൻ ഖുർആനിലുള്ളതാ, സൂറത്തു ഫാത്തിർ. ഞാൻ നല്ല അമൽ ചെയ്യും, ഇനി റീൽസും വൃത്തികേടും അനാവശ്യങ്ങളൊന്നും എനിക്കുണ്ടാവില്ല. നിഅമൽ സ്വാലിഹൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ടത്തെ തെറ്റൊന്നും ചെയ്യൂല, ഞാൻ നന്നായിക്കോളാം. അല്ല, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്ക് പണ്ട് ആയുസ് ഉണ്ടായിട്ടില്ലേ ദുനിയാവിൽ? നീ ഏതാ നാട്ടുകാരൻ? അതെ. അന്ന് ആയുസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിനെ. അന്ന് എന്താ നന്നാവുക തന്നെ? അന്ന് 21-ാം വയസ്സിൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുകൊണ്ട് ഡിഗ്രി പഠിക്കുന്ന കാലത്തായതുകൊണ്ട് ഒരു അടിച്ചുപൊളി കാലമായിരുന്നു. അപ്പം പിന്നെ കാര്യമായിട്ടൊന്നും നന്നാൻ പറ്റിയില്ല. പിന്നീട് നന്നാവാന്നൊക്കെ വിചാരിച്ച. ഓഹോ, അങ്ങനെ. മാഡം എന്താ? അല്ല, ഞാനും അങ്ങനെ പെട്ടെന്ന് 18-ാം വയസ്സിൽ ഒരു ഹോസ്പിറ്റൽ ചികിത്സക്കിടയിൽ മരിച്ചതാണ്. ഞാനും അങ്ങനെ +2 കഴിഞ്ഞിട്ട് അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഓഹോ. അപ്പോൾ അന്ന് കാര്യമായിട്ട്, അന്നേരം ഒന്നും കാര്യമായിട്ട് ഒരു തിരിവാടുണ്ടായിട്ടില്ല. പിന്നീട് നന്നാവാന്നാണ് കരുതിയത്. അത് ശരി. അപ്പോൾ പെട്ടെന്ന് ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ടാണ് നന്നാവാൻ പറ്റാതിരുന്നത്. കുറച്ചും കൂടെ ആയുസ് കിട്ടിയില്ലെങ്കിൽ നന്നാവാമായിരുന്നു എന്നാണ് അല്ലേ? ആണോ? അതെ. വേറെ ആരോ? അല്ല, എനിക്ക് 32 വയസ്സേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പിന്നീട് ഒരു ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യണമെന്നെല്ലാം വിചാരിക്കുമ്പോഴേക്കാണ് എൻ്റെ ഒരു പെട്ടെന്നൊരു മരണം. ഓ, അത് ശരി. അള്ളാൻ്റെ തിരിച്ചുള്ള മറുപടി കേട്ടോളി. കേട്ടോ മറുപടി? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാർ എത്ര വയസ്സ് പറഞ്ഞേ? 18. അല്ല, 21. 21-ാം വയസ്സിൽ പെട്ടെന്ന് മരിച്ചുകൊണ്ടാണ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റതെന്ന്. 15ഉം 16ഉം വയസ്സുള്ള ചെറുപ്പക്കാരായ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് മക്കളതാ സ്വർഗത്തിൽ വിരാജിക്കണത്. +5 കൊല്ലം സാറിന് കിട്ടിയിട്ടില്ലേ? കിടക്ക നരകത്തിൽ. മാഡം എത്ര പറഞ്ഞത്?
15 വയസ്സുള്ള നല്ല മക്കളതാ സ്വർഗത്തിൽ ഈ ഇബാദത്ത് ചെയ്ത കുഞ്ഞുങ്ങൾ ഹിജാബും കയ്യൊറിയും കാലറൊക്കെ ഇട്ട് തൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ട് നടന്ന കുറേ മക്കളതാ. +3 കൊല്ലം മാഡത്തിന് കിട്ടിയിട്ടില്ലേ കടക്ക് നരകത്തിലേന്ന്. പിന്നെ 33 വയസ്സിൻ്റെ കഥ പറയണ്ടല്ല. വജാക്കുമുന്നദീർ ഈ ആയത്ത് ഓതിയിട്ട് തന്നെ വാതും കേട്ടിട്ടില്ലേ? എന്നിട്ട് നന്നായിട്ടില്ലല്ല. ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 2:35. നമുക്ക് മാറ്റം വരണം. അതിനാകപ്പാടെ ചെയ്യേണ്ടത് ഫോണൊക്കെ എടുക്കുമ്പോൾ ചിന്തിക്കും ഇതെന്തിനിപ്പോൾ എടുക്കണത്. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടും എന്നാണ് ഓഫർ. ഒരാളെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ട സമയം 30 സെക്കൻഡാണ്. ഒരാളെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 15 മരം വാങ്ങാൻ പറ്റും സ്വർഗത്തിൽ. എങ്കിൽ ഏതാണ് ബുദ്ധിയുള്ള ആൾ ചെയ്യുക എന്ന് ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളെ സമയം നല്ലതിനു വേണ്ടി മാത്രം. 10 ഖുൽ ഹു അല്ലാഹു ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന് ഹദീസ് ഉണ്ട്. 10 ഖുൽ ഹു അല്ലാഹു ഓതാൻ വേണ്ടത് 2 മിനിറ്റ്. ഒരു ദിവസം അല്ലാഹ് തന്ന സമയം 86,400 സെക്കൻഡ്. അതിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ 2 മിനിറ്റ് സ്വർഗീയ വീട് നിർമ്മിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആഖിറത്തിലെത്തിയാൽ നമ്മൾ അന്നായിരിക്കും യൗമ യഗുല്ലുൽ ളാലിമു ടെൻഷനാവുക. എന്താല്ലേ മനുഷ്യന്മാർ പൊതുവെ 3 വിധത്തിലായിരിക്കും. മനുഷ്യന്മാർ 3 വിധത്തിലായിരിക്കും. ഒന്ന്, നല്ല ജീവിതം നയിച്ചിട്ടുണ്ടാവും അയാൾ, പെട്ടെന്നുണ്ടൊരു മാറ്റം, ഒരുമാതിരി വാദങ്ങളൊക്കെ മാറി, മൗലിദൊന്നും പറ്റൂല, മന്ത്രമൊക്കെ ശിർക്കാണ്, ഖബർ സിയാറത്ത് പാടില്ല, തറാവീഹ് 20 നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഭയങ്കര ഇയാൾ 38 കൊല്ലം 20 തറാവീഹ് നിസ്കരിച്ച ആളായിരിക്കും. പെട്ടെന്ന് ഖത്തറിലോ കുവൈറ്റിലാറ്റം പോയിട്ടുണ്ട്. പെട്ടെന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് ജിബിരിലിനാറ്റം കണ്ട മാതിരി പെട്ടെന്ന് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ശിർക്കായിട്ട് പെട്ടെന്നൊരു മാറ്റം. അങ്ങനെ ഒരു മാറ്റം ചില ആളി പെട്ടെന്നൊരു മാറ്റം. താടിയൊക്കെ വലുതായി, പാൻ്റൊക്കെ ചെറുതായി, അങ്ങനെ മൊത്തത്തിൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി അയാൾ മൊത്തത്തിലൊരു മാറ്റം. അല്ലെങ്കിൽ വേറൊരു തലത്തിൽ മാറ്റം ഉണ്ടാവും. നല്ല ജമാഅത്തിനൊക്കെ വന്ന ഹാജിയാരാണ് പെട്ടെന്ന് 2-3 ഷോപ്പ് ഉദ്ഘാടനം, കിഡ്സ്, ജെൻസ്, ലേഡീസ് ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ പള്ളിയിലേക്ക് കാണുന്നില്ല. എപ്പോഴോ സ്വലാത്ത് വാർഷികത്തിനായിട്ട് വന്നപ്പോൾ ഖത്തീബ് ഉസ്താദ് ചോദിച്ചു, കാണുന്നില്ലല്ലോ. തിരക്കോ എൻ്റെ ഉസ്താദിന് പിന്നെ അറിയാം, ഒരു ടൈപ്പ് മറുപടിയും. വേറെയും ചില മാറ്റങ്ങൾ ഉണ്ടാവും ചില ആളിൽ. അതെന്തെ? എപ്പോഴും കയ്യിൽ ദലാൽ ഖൈറാത്തിൻ്റെയും വിർദുൽ ലത്തീഫിൻ്റെയും ഏടുണ്ടായിരുന്നു. പഴയ 33, 66, 101 വക ഏടുകളിൽ നിന്നൊക്കെ എത്ര ദിക്റും സ്വലാത്തും ഉപരി ചൊല്ലിയിരുന്നു. ഇപ്പം മൂത്ത മോന് മുഖ്താർ ജിദ്ദയിന്നോ അൽക്കോബാറെന്നോ ദമാമെന്നോ എന്തോ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇവർ കൊടുത്തയച്ച്. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്തോ പുതിയ അടിപൊളി ഏടായിരിക്കും, നല്ല കോപ്പി ആയിരിക്കും, വലിയ എഴുത്തുള്ള ഖുർആനാകുമ്പോൾ നല്ല വൃത്തിക്ക് ഓതാലോ എന്ന് വിചാരിച്ചതാണ്. നോക്കുമ്പോൾ ഉപ്പാപ്പൊക്കെ വയസ്സുള്ള ഉപ്പാക്ക് കൊടുത്തയച്ചത് ഗാലക്സി J6 ഫോണാണ്. രാവിലെ പെയ്തൊരു ദിക്റല്ലത് ഉപ്പാപ്പ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം പത്തനംതിട്ടയിൽ 18കാരിയെ പീഡിപ്പിച്ച് 17കാരൻ അറസ്റ്റിലായി. ഇങ്ങനത്തെ ഫുൾ പീഡനവും അറസ്റ്റും തന്നെ. അപ്പോൾ ഭാര്യ ഉമ്മാമ ബീവിത്തെ ചോദിച്ചു, നിങ്ങൾക്ക് അലാക്കേപ്പാ നോക്കിയാലും പീഡനം ഇതന്നല്ലേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നു, അഞ്ഞ പെണ്ണല്ലേ, ഹറാമല്ലേ, ചിത്രമല്ലേ കാണുന്നു. അപ്പോൾ ഇയാളുടെ ഡയലോഗ് ലോകവിവരം അറിയണിക്കുന്നത് തിരിക്കുന്നത് ആർക്കാട് സ്വഭാവം. നല്ല ദിക്റും സ്വലാത്തും ചൊല്ലി ഒരു മനുഷ്യന്റെ ജീവിതം പിശാച് വന്ന് പറ്റിക്കും നോക്കിയേ. ഇയാള് ഭാഗ്യമില്ലാത്തവന്നല്ല ത്വാഇഫുൽ മാരിഫുൽ പറയണത്. കാരണം ഇന്നലെയേക്കാൾ ഇന്ന് മെച്ചപ്പെടേ വേണ്ടത്. ഇന്നലത്തേനേക്കാൾ ഇന്ന് മെച്ചപ്പെടണം, ഇന്നത്തേക്കാൾ നാളെ മെച്ചപ്പെടണം. മനിസ്തവ യൗമാഹു ഫഹു മഖ്ബൂനുൻ. ഒരുത്തൻ്റെ ഇന്നും ഇന്നലെയും ഒരേപോലെ ആകാൻ പാടില്ല. മാറ്റം വരെ വേണ്ടത്. ഓരോ ദിവസം കഴിയുന്തോറും പുരോഗതി ഉണ്ടാവേ വേണ്ടത്. ഇയാൾ ഭാഗ്യമില്ലാത്തതാണ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ വിഭാഗം അതാരാ? വളരെ മോശം ജീവിതം, വളരെ മോശം ജീവിതം.
പെട്ടെന്ന് ഒരു കല്യാണ അന്വേഷണമൊക്കെ നടത്തിയാലോ എന്ന് ഉപ്പിയുമ്മയും വിചാരിക്കുമ്പോൾ ഒരൊറ്റൊരാളും ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ആദ്യം ഫ്രോഡാണ് ഉപരി. മുടിയുടെ കോലം അങ്ങനെ, മുടിയെല്ലാം കോലം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് വലൈക്കും അസ്സലാം പറയേണ്ടി വരും. വെറുതെ പറയാമല്ലോ, കർട്ടൻ ഇപ്പോൾ താഴ്ത്തുന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരു കോല ആര് പറഞ്ഞാലും സ്വീകരിക്കില്ല. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം എന്ന് വെക്കണം. ഞാൻ പെണ്ണ് കെട്ടേണ്ട സമയത്ത് കെട്ടിയിരിക്കും, ആരും നോക്കേണ്ടതില്ല. ഞാൻ ടൂറിന് പോയിരിക്കും. അങ്ങനെ ഒരു തരം ഒരു ലിബറൽ ആശയം. ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഇനി ഉപ്പയോ ഉമ്മയോ ആരോടെങ്കിലും ഉസ്താദ്മാരോടോ കൺസൾട്ടിങ് നടത്തുന്നവരോടോ പറഞ്ഞിട്ട് അവനൊന്ന് കൗൺസിലിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു വരുമ്പോൾ തന്നെ ഇവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് എന്നെ ഉപദേശിക്കാനാ നന്നാക്കാനാ വേണ്ട കേട്ടോ, അങ്ങോട്ട് ഡയലോഗുമാണ്. ഒരു രക്ഷയില്ല. ചങ്ങായി പെട്ടെന്ന് ഗൾഫിലാറ്റം പോയി. ആരോ ഒരു ക്ലാസ്സോ നല്ല റൂംമേറ്റിനായിട്ട് കിട്ടി. ഭയങ്കര മാറ്റമൊന്ന്. ഒരിക്കലും ബോട്ടിമിൽ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ല മോമിനിങ്ങളെ താടിയും അടിപൊളി മുടിയും തൊപ്പിയിലിട്ടിട്ട് പെട്ടെന്ന് ഉമ്മ ഫോൺ തന്നെ കട്ടാക്കി പോയി. ഇതോ അന്യപുരുഷൻ എന്നെ വിളിച്ചു കിട്ട്. അന്യപുരുഷൻ എന്നല്ല മോൻ തന്നെ. നല്ല മാറ്റം. ആരോ ഉപദേശത്തിൽ. പിന്നുണ്ട് ഒരു മൾട്ടി വിസയിൽ എടുക്കട്ടെ, ഉംറ വിസ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന, ഉംറ വിസ എടുക്കുന്ന ഉപ്പാനുമാനെ നല്ല ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത് ഉപ്പാക്കുമ്മാക്ക് തൃപ്തിയാകുന്ന അടിപൊളി ഉംറ ചെയ്ത് സിയാറത്ത് ചെയ്ത് വിദാഇൻ്റെ തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കഅബൻ്റെ അടുത്തുനിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ച് കഅബൻ്റെ ഗില്ലൻ്റെ അടുത്തുനിന്ന് സ്വർണ്ണപ്പാത്തീൻ്റെ അടുത്തുനിന്ന് ഇതായിരുന്നു എൻ്റെ മോനെ. അല്ലോ ഈ മോന് കുറേ കുരുത്തക്കടൊക്കെ കളിച്ചു പോയിന്, പൊരുത്തപ്പെടണേ, സ്വർഗം കൊടുക്കണേ, പാവാണ്, എന്തൊക്കെയോ പ്രായത്തിൻ്റെ ചാബല്യത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ്. ഉപ്പാനെ ഒന്ന് ഉമ്മ കയ്യിലിങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൊന്ന് പൊരുത്തം കൊടുക്ക്. ഉപ്പിയും നെറ്റിക്കൊരു മുത്തം കൊടുത്ത് പൊരുത്തം കൊടുത്ത് നല്ല കാരനെ ദ്വാരം കൊടുത്ത് കഴുകി. നാട്ടിൽ നിന്ന് ഉപ്പിയും ദ്വാരന്നാൽ തന്നെ മക്കൾ തന്നാവും. പിന്നെ കാമൻ്റെ അടുത്ത് പിന്നെ പറയാനുണ്ടോ? ആ മോൻ ബിസിനസ് ക്ലാസ്സിൽ തന്നെ ഇവിടുത്തെ അടുത്തുള്ള എയർപോർട്ടിക്ക് ഉപ്പാനുമാനി യാത്ര അയച്ച് ഇവിടെ എത്തുമ്പോഴാണ്, വീട്ടിലെത്തുമ്പോഴാണ് ബാഡ് ന്യൂസ് വന്നത്. മോന് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു. സത്യത്തിൽ അതൊരു വിഷമമുള്ള ന്യൂസാണെങ്കിലും ഓൻ ഭാഗ്യവാനാ. കുറേ കാലം പൊട്ടം കളി കളിച്ചിട്ടുണ്ടെങ്കിലും ഓൻ നന്നായിട്ടാണ് മരിച്ചത്. ഓൻ നല്ല മോനാണ്. ഓൻ എല്ലാ തെറ്റും പൊറപ്പിച്ചിട്ടാണ് ആ വഴികളെല്ലാം കണ്ടെത്തിയിട്ടാണ് ഓൻ പോയത്. ഓൻ നല്ലോനാ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതാരാന്നറിയാം? അത് നല്ല ജീവിതം, നല്ല ഉമ്മ, നല്ല ഉപ്പ, നല്ല ജീവിതം. പെട്ടെന്ന് ഒരു 2-3 ആഴ്ചക്കാലം ആജിക്ക് അജ്ജും ആരോടും ഉണ്ടെന്നില്ല. നാപ്പൊട്ടനായിട്ടൊന്നുമല്ല, സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, സംസാരമൊക്കെ കുറവ്, പിന്നെ സംസം വെള്ളം മാത്രം കുടിക്കുന്നത്, ഭയങ്കര ഇബാത്ത്, എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കലും കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഹാജിഖാൻ്റെ +2 പഠിക്കുന്ന ഒരു മോള് ഉപ്പാപ്പനെ കുറിച്ചിട്ട് എഴുതിയ ഒരു എഴുത്ത് ഫാമിലി ഗ്രൂപ്പിൽ വന്നത് നമ്മളെ മഹല്ല് ഗ്രൂപ്പിൽ ഫോർവേഡ് മെസ്സേജ് ആയിട്ട് കണ്ടു. ഹെഡിങ് ഫാത്തിമ ഹിബ എന്ന് പറയുന്ന പേരക്കുട്ടി എഴുതിയേക്കണത് മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നാണ്. ഈ 2 ആഴ്ചക്കാലം ഉപ്പാപ്പ സാദാ ലുഹ 2 തഹജ്ജുദും 2 നിസ്കരിക്കൽ. ഇത് ഈ 2 ആഴ്ചക്കാലം ഉപ്പാപ്പ 8 തഹജ്ജുദ്, അതും ഓരോ റക്കാത്തിൽ യാസീനോദി 8 യാസീനോദിയിട്ടുള്ള തഹജ്ജുദ്, 8 റക്കാത്ത് ലുഹ, സംസം വെള്ളം മാത്രം കുടിച്ചത്, ബുർദ ഇങ്ങനെ കൂടെ കൂടെ ചൊല്ലിക്കൊണ്ടിരുന്ന് മരണം മുന്നേ കണ്ട മാതിരി അതിന് ഒരുങ്ങി നിന്ന്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുഴുവൻ പൊരുത്തപ്പെടിച്ചിട്ട് ഉപ്പാപ്പ പറയവരെ ചെയ്തിട്ടുണ്ട്. ഇനി മയ്യത്ത് കട്ടിൽ പള്ളിയിലെത്തിയിട്ട് ഈ യാജിക്കായിട്ട് ആർക്കെങ്കിലും സാമ്പത്തിക വിഷമമുണ്ടെങ്കിൽ മൂത്ത മോനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്, പിന്നെ അധികം കടം വാങ്ങിയിട്ടുമില്ല. അയാൾ മഹാഭാഗ്യവാനാ. സാധാരണ 60-ൽ വിടുന്ന റോഡിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ട് 100-ൽ വിട്ടിട്ട് മൂപ്പര് അങ്ങനെ പോയി. അങ്ങനെയാണ് ശരിക്കും നമ്മളാവേണ്ടത്. ഇന്നലത്തേനേക്കാൾ ഇന്നും മെച്ചപ്പെടണം, നന്നാവണം. അത് വേണം. എന്നാലേ ഈമാനോട് മരിക്കുള്ളൂ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല. ഈമാനോടെ മരിക്കണമെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവണം. അത് വേണമല്ലോ. 8 കാര്യങ്ങൾ
8 തെറ്റുകുറ്റങ്ങൾ അതിലേതെങ്കിലും ഒന്നും ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ തെറ്റാണ് പലിശ തിന്നുക, പലിശൻ്റെ പണം സമ്പാദിക്കുക. അങ്ങനത്തെ തെറ്റ് ഭയങ്കര തെറ്റാണ്. പലിശക്കാരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹ് ഒരാളോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഈമാനില്ലാണ്ട് മരിക്കുമെന്നാണ്. അയാൾ ഈമാനില്ലാതെ മരിക്കും എന്നുള്ളതിൻ്റെ അടയാളാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. പലിശ വ്യത്യസ്ത പേരുകളിൽ വരുന്ന കാലാണ്. ലോണുകളായും ഇൻഷുറൻസുകളായും ലീസ് എന്ന പേരിലൊക്കെ ഹറാമായ പല ഇടപാടുകളും പലിശകളും വരുന്ന ഒരു കാലത്തെ നമ്മൾ നന്നായി ഭയപ്പെടണം. ഹറാമായ ഒരു ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടരുത്. ചെയ്യുന്ന ബിസിനസ്സൊക്കെ ഹലാലാണ് എന്ന് ഉറപ്പിക്കണം. ഹറാമ് തിന്നാൽ പിന്നെ ഇബാദത്ത് ചെയ്യാൻ രസമുണ്ടാവില്ല, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല, ഖൽബ് നന്നാവുകയും ഇല്ല. അതാണ് ഒന്നാമത്തെ തെറ്റ്. പലിശയുടെ ഇടപാടുള്ള ആള് ഏത് ബറാഅത്തിന്റെ രാവിലും ഏത് ലൈലത്തുൽ ഖദറിലും റമദാനിലും ദുആ ചെയ്താലും പലിശക്കാരൻ്റെ ദുആഇന് അല്ലാഹ് ഇജാബത്ത് നൽകൂല. അങ്ങനത്തെ ചില തെറ്റുകുറ്റങ്ങളുണ്ട്. കുടുംബബന്ധം മുറിച്ചവൻ്റെ ദുആ ഏത് ലൈലത്തുൽ ഖദറാവട്ടെ, റജബ് 27 ആവട്ടെ, റമദാനാവട്ടെ, ലൈലത്തുൽ ഖദറാവട്ടെ, അവൻ്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകൂല. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പൻ്റെ ഖബർ സിയാറത്തിന് റമദാൻ 27 രാവിന് പോയപ്പോൾ ഉപ്പാൻ്റെ ഖബറിടത്തിൽ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ളൊരു ഖബറിൽ നിന്ന് ഹാ ഹാ എന്ന അതിഭീകരമായ സൗണ്ട് കേൾക്കുന്നു. എന്താണതെന്ന് നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ആ ഖബറിൽ നിന്ന് സൗണ്ട് വന്നപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ തല നരച്ച ആൾക്കാരോട് ചോദിച്ചു, ആ ഖബർ ആരുടേതാണ്? ആരുടേതാണ് ആ ഖബർ? അറിഞ്ഞു, ഇന്നാലിന്ന ആളുടെ ഖബറാണ്. അയാളുടെ പ്രശ്നം എന്താണ്? അയാൾ ബിസിനസ്സിലൊക്കെ ഉഷാറായപ്പോൾ പലിശക്ക് പണം കൊടുക്കുന്നുണ്ടായിരുന്നു. 27 രാവിന് പോലും അയാളുടെ ഖബറിൽ ശിക്ഷയാ. അതാണ് ഒന്നാമത്തെ തെറ്റ്. ജ്വല്ലറിക്കാര്, ഫർണിച്ചർ ഷോപ്പുകാർ വിവിധ പേരുകളിൽ പലിശ ഇടപാടുകളും കച്ചവടങ്ങളൊക്കെ നടത്താറുണ്ട്. ഏത് കച്ചവടം നടത്തുമ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അനുവദനീയമാണോ അല്ലയോ എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. ഈമാൻ തെറ്റുന്ന, മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ തെറ്റാണ് ആലിമീങ്ങൾ, തങ്ങന്മാർ അഥവാ സാദാത്തുക്കൾ, ഔലിയാക്കൾ ഇവരെ പരിഹസിക്കൽ, അവരോട് ശത്രുത ഉണ്ടാവൽ. ഒരൊറ്റ ആലിമിനെയും ഒരൊറ്റ സയ്യിദിനെയും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാരാണെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും നമ്മൾ വേദനിപ്പിക്കരുത്. സംഘടനയുടെ ഗ്രൂപ്പിൻ്റെ പേരിലോ അല്ലാതെയോ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ടാവരുത്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ട്രോളുന്ന കാലത്ത് ഒരു മനുഷ്യനെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ആലിമീങ്ങളിൽപ്പെട്ടവരെ ഏതെങ്കിലും നിലയിൽ അവരോട് ശത്രുത ഉണ്ടായാൽ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു, അയാൾക്ക് ഈമാനില്ലാത്ത മരണമായിരിക്കും അള്ളാഹു കണക്കാക്കുക. നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘടനയിലുള്ളവരെ സ്വർഗത്തിലെത്തുള്ളൂ എന്നും നമ്മൾ വിചാരിക്കരുത്. ഒരു സംഘടനാ വൈജാത്യത്തിൻ്റെ പേരിലും ഒരൊറ്റ ആലിമിനെ, ഒരൊറ്റ സയ്യിദിനെ, ഒരൊറ്റ മനുഷ്യനെയും നമ്മൾ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അത് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. അള്ളാഹുവിനോടുള്ള തെറ്റ് ഒരുവിധമൊക്കെ അള്ളാഹു പുറത്തു തരും. പക്ഷേ
മനുഷ്യന്മാരെ വിഷമിപ്പിച്ച അല്ല വിടൂല, പ്രത്യേകിച്ച് ആലിമീങ്ങളെ. ലുഹൂമുൽ ഉലമാഇ മസ്മൂമാണ്, ആലിമീങ്ങളെ മാംസം വിഷാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിൽ ഒരു തേള് കടിച്ചു. ആ തേളിനെ ഇങ്ങനെ ചൊട്ടി താഴെട്ടു. ശിഷ്യന്മാരൊക്കെ ആ തേളിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ആലിമീങ്ങളെ മാംസം വിഷാന്നല്ലേ, അപ്പോൾ ആ തേളിനെ എന്തിനാ കൊല്ലേണ്ട ആവശ്യം? വിഷം കുടിച്ചാൽ മരിക്കണ്ടല്ലേ? നോക്കുമ്പോഴേക്ക് അത് ചത്തുപോയിട്ടുണ്ട്. നമ്മൾ ഈമാൻ അങ്ങ് പോവും, നമ്മുടെ കൽബങ്ങ് ചത്തുപോവും. പിന്നെ ദുനിയാവിനോടുള്ള പ്രേമം തലി കയറിയോണ്ടാണ് നമ്മുടെ കൽബ് ചത്തുപോയതെന്ന് നമുക്ക് മനസ്സിലാവാത്തത് എന്ന് കിതാബുകളിൽ കാണാം. കൽബ് ചത്തുപോയതിൻ്റെ 3 അടയാളമുണ്ട്. ഒരാളുടെ കൽബ് മരിച്ചുപോയി എന്നുള്ളതിന് 3 അടയാളം. ഒന്ന്, അല്ലാ യജിദ ലിത്വാഅത്തി സമറ, അയാൾ ചെയ്യുന്ന ഇബാദത്തിന് ടേസ്റ്റ് കിട്ടൂല. ഹദ്ദാദ് എല്ലുമ്പോൾ ഉറക്കം വരും, ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരും, വാലിൻ്റെ മജ്ലിസിൽ നിന്ന് ഉറക്കം, ഫുൾ ഉറക്കം തന്നെ ആയിരിക്കും. ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരും. രണ്ടാമത്തെ അടയാളാണ് വാങ്ങി എജിത്തരി ആലൽ മാസിയ, തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. ലാസ്റ്റ് സീൻ ടുഡേ 12:35, ഒരു പ്രശ്നമില്ല. ഇന്ന് പുരക്ക് പോയിട്ട് വേഗം ഉറങ്ങണം, തറാവി എല്ലാം ഉറക്കം വന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, അവനെ ഉറങ്ങൽ 1 മണിക്കായിരിക്കും. മൂന്നാമത്തെ പ്രശ്നമാണ് അല്ല യഅ്തബിറ ബിമൗതി അഹദിൻ, ആര് മരിച്ചാലും വാട്സപ്പ് ഗ്രൂപ്പിൽ മൂപ്പര് മരിച്ചതിൻ്റെ ഷെയറൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ മൂപ്പര് മരിക്കുമെന്ന് മൂപ്പർക്ക് തോന്നില്ല. ഈ 3-ൽ ഏത് അടയാളം ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എടാ കൽബ് ഔട്ടായിട്ടുണ്ട് എന്നാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആലിമീങ്ങളെ തൊട്ടത് കൊണ്ടാണ്. അല്ലെങ്കിലും 10, 40, 50 കൊല്ലം ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും തുഹഫയൊക്കെ ദർസ് നടത്തുന്ന ആലിമീങ്ങളെയാണ് ചായക്കടയിൽ ഇരുന്നിട്ട് തജ്വീദിൻ്റെ ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ അറിയാത്ത ആൾക്കാർ വർത്താനം പറയണത്. ഇവരും അവരും തമ്മിൽ എന്താ ബന്ധം? ആലിമീങ്ങളെ പവർ എന്താ? സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അമ്പിയാക്കളുടെ മജ്ലിസിൽ നിങ്ങൾക്ക് ഇരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആലിമീങ്ങളുള്ള മജ്ലിസിൽ നിങ്ങൾ ഇരുന്നോളി. ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു ചോദിക്കുക, എടുത്തേക്ക് പോണത്? സ്വർഗത്തിലേക്കോ? അങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുന്നേ? ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോയാൽ പോരെ? അല്ലെങ്കിൽ നമ്മളെ നാട്ടിലും ഇൽമിൻ്റെ അഹ്ലുകാർക്ക് തന്നെയല്ലേ വില. ഉദാഹരണത്തിന് ഇവിടെ ഒരു B.Ed കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ തൂത്തുവാരുന്ന, അടിച്ചു വാരുന്ന സ്വീപ്പറായ ഒരു പെണ്ണുങ്ങളോ ഒരാണുങ്ങളോ ഉണ്ട്. അയാൾ 2010 ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ 2013. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് മുപ്പർക്ക് ശമ്പളം 5000. ഇപ്പം 10 കൊല്ലമായി, 2023 കഴിഞ്ഞു. ഇപ്പം എത്ര അയാളുടെ സാലറി? 10,000. 500, 200 ഒക്കെ കൂടി 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 സർവീസ് ചാർജ് അടക്കം ഇപ്പം 10,000. സ്റ്റാർട്ടിങ്ങിൽ എത്ര? 5000. ഇപ്പം എത്ര? 10,000. അപ്പോഴാണ് ഇവിടത്തേക്കൊരു ഡിഗ്രി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ടൊരു ആഡ് കാണുന്നു, പരസ്യം. അപ്പോൾ ഒരാൾ വന്നു. അയാൾ ഡിഗ്രി ഇംഗ്ലീഷ്, ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷ് ഡിഗ്രി പൂർത്തിയാക്കിയ, PG പൂർത്തിയാക്കിയ, B.Ed കഴിഞ്ഞ, സെറ്റും നെറ്റൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അയാൾ വന്ന് ഇൻ്റർവ്യൂ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ അയാളെ സെലക്ട് ചെയ്തു. അയാൾ സാലറി എത്ര? സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നത് 50,000. എത്ര? 50,000. ഇയാളേക്കാൾ പ്രായമുള്ള മറ്റേ ആൾ 10 കൊല്ലമായി ഇവിടെ ജോലിയാണ്. എത്ര സാലറി? 10,000. ഇയാൾക്കോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി 50,000. എന്താ കാരണം? വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, നോളജ് ഈസ് പവർ. വിവരമാണ് പ്രധാനം. ഇംഗ്ലീഷ് അറിയുന്ന ആകാൻ ഇത്ര സ്ഥാനം ഉണ്ടെങ്കിൽ, B.Pharm-ഉം BDS-ഉം FARM-Dയും പഠിച്ചാൽ ഇത്രയും പവർ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെയും അമ്പിയാക്കളെ ഔലിയാക്കളെയും പഠിച്ച ആലിമീങ്ങളെ തലച്ചോറിൻ്റെ വില എത്രയായിരിക്കും? ഒരു B.Pharm പഠിച്ചാൽ ആകപ്പാടെ പഠിക്കേണ്ടത് ഈ മരുന്നുകളെ കുറിച്ചാണ് അല്ലേ? എന്നാൽ ഒരു ആലിമാകുമ്പോൾ എന്തൊക്കെ പഠിക്കണം? ഒരു MBBS ആരും വന്നിട്ട് വാട്ട് ഈസ് ദ ജൂരിസ്പ്രുഡൻസ് റൂൾസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ, അവയവദാനത്തിൻ്റെ മസൽ എന്തെന്ന് വെച്ചാൽ മൂപ്പര് പറയണം. ഒരു MBA കാരൻ വന്നിട്ട് ഈസ് എ ബിറ്റർ കോയിൻ അലൗഡ് ഇൻ ഇസ്ലാം, ബിറ്റർ കോയിൻ ഇസ്ലാമിൽ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിനും മറുപടി പറയണം. ജെൻഡറൽ ന്യൂട്രാലിറ്റി കാലത്തും LGBT കാലത്തും എല്ലാ മസലകളും പറയാൻ ആലിമീങ്ങളുടെ തല അത്രയും റെഡി ആയിരിക്കും. ആലിമീങ്ങളുടെ വില എത്ര? ഒരൊറ്റ ആലിമിനെയും നമ്മൾ വേദനിപ്പിക്കാൻ പോകരുത്. മൂന്നാമത്തത്, ഈമാൻ തെറ്റിപ്പോകുന്ന മൂന്നാമത്തെ കാര്യം, അൽ കലാമു ഇൻദ സമാഇൽ അദാൻ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക, ബാങ്കിനെ ബഹുമാനിക്കാതിരിക്കുക. അത് ഈമാൻ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണെന്ന് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്.
ബാങ്കിനെ ബഹുമാനിക്കാത്ത ആളാണെങ്കിൽ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആളാണെങ്കിൽ, അയാൾ മരിക്കുന്ന സമയത്ത് നാവ് ഇങ്ങനെ പെടയുന്നുണ്ടാവും. അയാൾക്ക് ദിക്റെല്ലാം കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബാങ്കിന് വലിയ പവറാണ്. ബാങ്ക് തുടങ്ങുന്നത് അല്ലാ, ബാങ്ക് അവസാനിക്കുന്നത് അല്ലാ എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തുടങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ട, അള്ളയിൽ തുടങ്ങി അള്ളയിൽ അവസാനിക്കുന്ന ദിക്റാണ് ബാങ്ക്. ബാങ്കുകാരെയും ബഹുമാനിക്കണം. ബാങ്കുകാർക്ക് അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കും. ബാങ്കുകാർക്ക് ആഖിറത്തിൽ വലിയ പവറായിരിക്കും. ഭയങ്കര പവറാ ബാങ്കുകാർക്ക്, വലിയ പവറാ. നാലാമത്തത് ഹുബ്ബുദ്ദുനിയ. ആഖിറത്തെ മറന്നുകൊണ്ട് ദുനിയാവിനെ പ്രേമിക്കുന്ന ആൾക്ക് അവസാനം ആഖിബത്ത് ചീത്തയായിട്ട് അയാൾ മരിക്കുന്ന, അയാൾ ഈമാൻ അങ്ങ് പോകും. അവിടെ കിതാബിൽ ദഖീറത്തുൽ ഖൈർ എന്ന് പറയുന്ന കിതാബിൽ ഉദാഹരണം പറയുന്നത് ബൽഅം ബിൻ ബഊറാ. ബൽഅം ബിൻ ബഊറാ എന്ന് പറയുന്ന ലോകം അറിയപ്പെട്ട പണ്ഡിതനുണ്ടായിരുന്നു. അയാളെ വായിൽ നിന്ന് വീഴുന്ന ഇൽമ എഴുതി വെക്കാൻ വേണ്ടി മാത്രം ചുറ്റുവട്ടത്ത് 12,000 മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു. അത്രയും വലിയ പണ്ഡിതൻ. അയാൾക്ക് ദുനിയാവിനോട് പ്രേമം കയറിയപ്പോൾ പിന്നെ എല്ലാം പോയി, ഈമാനില്ലാതെ പോയി. ഖാറൂൻ മുതലാളി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ ആളാ ഖാറൂൻ മുതലാളി. അയാൾ പടുദരിദ്രനായിരുന്നു. മൂസാ നബി പറഞ്ഞു, ദുനിയാവ് വേണ്ട മോനെ, ദ്വാരക്കാനൊന്നും നീ പറയല്ല. ഞാൻ ദ്വാരന്നാ ദുനിയാവ് കിട്ടുമായിരിക്കും, ശരി, പക്ഷെ അത് വേണ്ട, അല്ല എന്തായാലും കുറച്ചെങ്കിലും വേണം. അങ്ങനെ എത്ര പറഞ്ഞിട്ട് മുമ്പ് മാറുന്നില്ല. എന്ത് ദ്വാരന്ന് കൊടുത്തു. ആദ്യം കുറച്ച് ആട്, ഒട്ടകം, ഇങ്ങനെ കുതിര വാഹനങ്ങൾ ഇങ്ങനെ കിട്ടി, കുറേ തോട്ടങ്ങളെല്ലാം കിട്ടി വല്ല കോടീശ്വരനായി. അപ്പം പിന്നെ ആൾക്കാർ സക്കാത്ത് പിരിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട, കുറച്ചൊരു പണക്കാരൻ നമുക്ക് സക്കാത്ത്, സംഭാവന, സലാത്ത്, വാർഷികം നടക്കൂല. അങ്ങനെ ഉണ്ടാവും ചിലക്ക്. കുറച്ചൊന്നാകുമ്പോഴേക്ക് ഈ ചില പണക്കാർ പിശുക്ക് കാണിക്കൽ, ഇംഗ്ലീഷിലെല്ലാം പിശുക്ക് കാണിക്കൂ. ഇപ്പോൾ ഒരു സ്വലാത്ത് വാർഷികത്തിന് ഒരു വലിയ പണക്കാരൻ്റെ അടുത്ത് കമ്മിറ്റിക്കാർ പോയാൽ പറയും, ഇക്കണോമിക്കലി കുറച്ച് ക്രൈസസ് ആണ്, അതിൻ്റെ അർത്ഥം പിശുക്ക് എന്നാണ്. പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാനുണ്ടെങ്കിൽ പോയാലും മൂപ്പര് പറയും, ബിസിനസ്സൊക്കെ മൊത്തത്തിൽ ഡള്ളാണ്, അതിൻ്റെ അർത്ഥം പിശുക്ക് എന്നാണ് കേട്ടോ. പിന്നെ ഏതോ ഒരു വിഷയത്തിന് ഒരു പാവപ്പെട്ടൊരു ഒരാൾക്ക് വീടെടുത്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ചാരിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മോനെ, ഫുള്ളായിട്ട് തരണം. എൻ്റെ ആ പൊരന്നെ എനിക്ക് എടുത്തുതരണം എന്ന് ഞങ്ങൾ പറയും. എൻ്റെ തള്ള് ലാസ്റ്റ് മൂപ്പരെന്നെ പറയോ, എന്ത് ഇപ്പം കുറച്ച് ടൈറ്റാണ്. അതും പിശുക്കിൻ്റെ വേറൊരു അർത്ഥം. പൈസ ഇല്ലാത്തവർ പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നുണ്ടോ. ദുനിയാവ് ഹബ്ബ് കയറി ഖാറൂന്. സക്കാത്ത് പിരിക്കാൻ പോയപ്പോൾ മൂപ്പര് കൊടുത്തിട്ടില്ല. മൂസാ നബിക്കെതിരെ പല ആരോപണം ഉണ്ടാക്കി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ തിരിഞ്ഞു. അയാൾക്ക് ദുനിയാവിനോടുള്ള ഹബ്ബ് തലി കയറി. ലാസ്റ്റ് അയാൾ ഈമാനില്ലാതെ മരിച്ചുപോയി. അയാൾ എത്ര വലിയ സമ്പന്നനാ. അയാളെ സമ്പത്ത് സൂക്ഷിക്കുന്ന ഗോഡൗണിൻ്റെ ഡോറുകളുടെ ചാവികൾ തന്നെ 70 ഒട്ടകം ചുമക്കാൻ മാത്രം ചാവികൾ ഉണ്ടായിരുന്നു എന്നാണ്. വലിയ മാരുതിക്കാരൻ്റെ വലിയ ചാവി ആയതുകൊണ്ടല്ല, എല്ലാം ചെറിയ ചാവി തന്നെ. അത്രയും ഗോഡൗണുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വബ്തഗി ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് തന്ന ദുനിയാവ് കൊണ്ട് സ്വർഗം വാങ്ങാൻ നോക്കുന്നു. ദുനിയാവ് കൊണ്ട് സ്വർഗം വാങ്ങാൻ നോക്കിയാൽ ദുനിയാവും കിട്ടും, സ്വർഗവും കിട്ടും. ദുനിയാവ് കൊണ്ട് ആഖിറം വാങ്ങാൻ നോക്കിയാൽ ആഖിറും കിട്ടും, ദുനിയാവും കിട്ടും. ഇനി നേരെ തിരിച്ച് ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കി, എല്ലാ മക്കളെയും മദ്രസയിൽ നിന്ന് 6ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി. എല്ലാവരും ഡിഗ്രി PG ഉണ്ട്. ഈ മക്കൾ ഒരൊറ്റ ആഖിറത്തിൽ ഉപകരിക്കില്ല. ദുനിയാവ് കൊണ്ടാണ് ഈ മക്കളെ ഒരുത്തനെ BDS, ഒരുത്തനെ FAMD, ഒരുത്തൻ CMA, ഒരുത്തൻ MLT, ഒരുത്തൻ MBBS, ഒരുത്തൻ ആയുർവേദിക്ക്. ഒരൊറ്റെണ്ണത്തിന് ഇഖ്ലാബ്, ഇഖ്ഫാ, ഇദ്ഗാമ്, ബിലാഉന്നി, ഇൽഹാർ, തജ്വീദിൻ്റെ ഒരു നിയമം അറിയില്ല. ആജിക്കാൻ്റെ അജ്ജുമാൻ്റെ 65 കൊല്ലം ബാത്തിലാണ്. ഒരാൾ പോലും ഇല്ല ഖബറടത്തി പോയിരുന്നിട്ട് ദ്വാരക്കാൻ.
ദുനിയാവിനോടുള്ള ഹുബ്ബ് തലയിൽ കയറിയാൽ അയാൾ ആഖിറം പോവും. ഇപ്പൊ ദുനിയാവിനോട് മനുഷ്യന്മാരുടെ നിലപാട് മൂന്നെണ്ണമായിരിക്കും. ഒന്ന് സുഹൃദ്, ഔലിയാക്കൾക്കുള്ള ഒരു ഗുണാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു പോലത്തെ മഹാന്മാര് സുഹൃദ്, ഉള്ളത് തന്നെ അവർക്ക് വേണ്ട, ഉള്ള തന്നെ വേണ്ട. ഇബ്രാഹിമിന് അദ്ദേഹം അങ്ങക്ക് ഉള്ള കൊട്ടാരത്തൊക്കെ തൊല്ലക്കുദ്ദുന്യ തൊലാക്കല്ലിറ്റ് വഖാഫുൽ ഫീത്തന ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന തൊല്ലക്കുദ്ദുന്യ വഖാഫുൽ ഫീത്തന. കൊട്ടാരല്ലോ ഒഴിവാക്കിയിട്ട് ഓറുപോയി. സ്ഥാനം വേണ്ട, കൊട്ടാരം വേണ്ട, രാജസ്ഥാനം ഒന്നും വേണ്ട. ഇതാണ് ഔലിയാക്കൾ. ചില ആജിയന്മാരെല്ലാം കാണല്ലോ, വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ലളിതമായ ജീവിതം, നല്ല ജീവിതം. അതിനാണ് സുഹൃദ് എന്ന് പറയുന്നത്. വേണ്ട, ഒന്നും വേണ്ട, വലിയ കാര്യം. രണ്ടാമത്തത് ഖനാഅത്ത്, ഉള്ളത് വേണം, വേറൊന്നും വേണ്ട. അവർക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. എന്തൊക്കെയുണ്ട്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ കുറച്ച് കടമുണ്ടല്ലേ, അതൊക്കെ സ്വാഭാവികമായിട്ട് ചെറിയ കടം. ടെൻഷൻ പറയൂല്ലോ. വീടെടുത്തിട്ട് ചെറിയ കടമൊക്കെ ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. ആകെ ചെറിയ കട ഇല്ലാണ്ടിക്കും, നല്ല പ്രശ്നമൊന്നും. ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി മൂപ്പർ പറയൂല. അടുത്തിടെ കുടുംബത്തിൽ നിന്ന് കുറേ ആൾ മരിച്ചിട്ട് ആകെ വിഷമത്തിലായില്ലേ. അള്ളാൻ്റെ അടുത്തേക്കല്ലേ അവരെല്ലാം മരിച്ചിട്ട് പോയത്. എന്തിനാ പേടിക്കണ്ടേ? ശത്രുവിൻ്റെ അടുത്തേക്കൊന്നല്ലല്ലോ, അള്ളാൻ്റെ അടുത്തേക്കല്ലേ. ടെൻഷൻ അവർ പറയുവേ ചെയ്യില്ല. ഉള്ളതിൽ തൃപ്തിപ്പെട്ട്, അള്ള എന്താ കൊടുത്തത് അയിമൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. കല്യാണം കഴിച്ചേ പിന്നെ ഭാര്യ കുറേ അസുഖങ്ങളല്ലേ? ഇല്ലല്ലോ, അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ കുട്ടീനെ കൂട്ടിയിട്ടും ഭാര്യനെ കൂട്ടിയിട്ടൊക്കെ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. ഒരു ടെൻഷനും ഇവർക്ക് ഉണ്ടാവില്ല. അള്ള എന്താ കൊടുത്തത് അയിമൽ അടിപൊളി. എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാ, ഗോയിങ് ആസ് വെൽ, അടിപൊളി, ടെൻഷൻ ഇല്ല അവർക്ക്. അതാണ് ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ഒരു ദിവസം നല്ല കറിയാക്കാൻ ഭാര്യക്ക് അസുഖമായതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഉച്ചക്കത്തെ കറി കൂട്ടും. കേടാ, ഉള്ളതിൽ തൃപ്തിപ്പെടും. വേണ്ടക വേണ്ടെന്ന് പറയും, കുറ്റം പറയാനൊന്നുമില്ല. വേണ്ടക വേണ്ട, കഴിക്കുന്നത് കഴിക്കും, വേണ്ടക വേണ്ട. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, തോറ്റ ടീം. അതാരാ? ഹിർസ്, അലച്ച. ഉള്ളത് വേണം, അതിൻ്റെ പുറമെ ഇനിയും വേണം. നല്ല സ്റ്റൈലുള്ള പെണ്ണും എനിക്ക് ഭാര്യയായിട്ടുണ്ടാവും, എന്നാലും വേലന് വന്ന പെണ്ണുങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഒരു തരം അലച്ച. മന്തി, ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി ഉണ്ടാവും, എന്നാലും തിന്ന് കഴിഞ്ഞിട്ട് ഏമ്പൊക്കെ ഇട്ടിട്ട് ചോദിക്കും പുഡിങ് ഇല്ലേ, പുഡിങ് പുഡിങ് പുഡിങ്. അങ്ങനെ മൂപ്പർക്ക് പുഡിങ്ങും ഐസ്ക്രീമും എല്ലാം കൊടുത്തെന്ന് വിചാരിച്ചോ. എന്നാലും ഫ്രൂട്ട്സ് അടുക്കളയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സെൻട്രൽ നിന്ന് ഒരു 10 ഒന്ന് തിന്നിട്ടേ പോകും. ഒരു തരം അലച്ചാണ്. എത്ര കിട്ടിയാലും തീരൂല, എത്ര കിട്ടിയാലും. ടേബിളിൽ കൊണ്ടുവച്ച് എല്ലാം തിന്നാലും ഇവർക്ക് ഒരു റാഹത്താവുള്ളൂ. അതിന് മുമ്പൊരു ന്യായം, വീട്ടുകാർക്ക് വിഷമാവൂലേ തിന്നിട്ടില്ലെങ്കിൽ. ഒരു തരം അലച്ച. ശമ്പളം കൂട്ടിക്കൊടുത്തു, എന്നാലും ചോദിക്കും ഇനിയും ശമ്പളത്തിൽ. ഇങ്ങനെ അലച്ച, അത് ഭയങ്കര പ്രശ്നമാണ്. ഈ അലച്ചുള്ളവരെ കുറിച്ചാണ് ഹുബ്ബു ദുനിയാ എന്ന് പറയുന്നത്. ദുനിയാവിനോട് ഹുബ്ബ് തലീക്കേറിയാൽ വമയ്യൻ മിൻഹു ബിഅജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാൽ മോനെ ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല. കച്ചവടമൊക്കെ തിരക്ക് കഴിയട്ടെ, സീസൺ കഴിയട്ടെ. റമദാനിലാണ് ആകെ സീസൺ. എടാ മോനെ, നിനക്ക് ജീവിതത്തിലുള്ള അവസാനത്തെ റമദാനാണ് ഈ റമദാനെങ്കിലോ. ആഷ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാം സ്വീകരിച്ച് നന്നാവണം എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തത്. എവിടെ പോകുന്നു? ഇസ്ലാം സ്വീകരിക്കാൻ. എടോ, ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അതെനിക്കറിയാം, അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്.
ഇയാളെ ഇതിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ വ്യഭിചരിക്കാൻ പറ്റൂല, അത് പറ്റൂലെന്ന് എനിക്കറിയാം, അത് വൃത്തികേടാണെന്ന് എനിക്കറിയാം. മൂന്നാമത് ഇയാളെ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ കള്ളുകൂടി പറ്റൂല, അത് അയാളുടെ ഹൃദയത്തിന് സ്പാർക്കായി ഹൃദയത്തിൽ തട്ടിയിട്ട് അയാൾ പറയാണ്, ഇക്കൊല്ലേതായാലും അടിച്ചു കുടിച്ചിട്ട് തീർത്തിട്ട് അടുത്ത കൊല്ലം നന്നായിട്ട് കള്ളുകുടിയൊക്കെ നിർത്തി ഇസ്ലാം സ്വീകരിക്കാമെന്ന വിചാരത്തിൽ അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് മരണപ്പെട്ടു. ഇതാണ് നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ദുരന്തം. നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ദുരന്താണ്. നാളെ നന്നാവാമെന്നല്ല, ഇന്നാണ് നമ്മുടെ ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളെല്ലാം കഴിയുന്ന പോലെ നല്ല സ്വതക്ക കൊടുക്കണം. സ്വതക്ക ചെയ്യുന്നത് അർശിൻ്റെ തണൽ ലഭിക്കാൻ കാരണമാകുന്നൊരു നന്മയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് എങ്ങനെയെല്ലാം ഏതെല്ലാം വിധേന സഹായിച്ചവരുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, ആഖിബത്ത് മോശമാവാൻ സാധ്യതയുള്ള അഞ്ചാമത്തെ തെറ്റ്, കിബർ എന്ന രോഗം അയാളുടെ ഖൽബിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇബിലീസിൻ്റെ 80,000 കൊല്ലത്തെ ഇബാദത്ത് പൊളിഞ്ഞു പോയത് കിബർ എന്ന രോഗമുള്ളതുകൊണ്ടാണ്. ഒരാൾക്ക് കിബർ ഉണ്ട് എന്നുള്ളതിന് കുറേ അടയാളങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ആരെങ്കിലുമൊക്കെ മൂപ്പരുടെ തെറ്റ് തിരുത്തി കൊടുത്താൽ ആ തെറ്റ് തിരുത്തിയത് സ്വീകരിക്കൂല. നീ ആരാ പറയാൻ? നിന്റെ മോന് പള്ളിയിൽ വരുത്തുണ്ടോ? ഓവറാകും. നീ നിന്റെ മോൻ്റെ കാര്യം നോക്കിയാൽ കേട്ടോ. കേട്ടോ എടാ, ഒരാൾ തെറ്റ് തിരുത്തിയാലും മൂപ്പര് സ്വീകരിക്കൂല. അത് കിബറിൻ്റെ അടയാളാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. കിബറിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ ഒരു അടയാളമാണ് എപ്പോഴും മുമ്പിൽ സീറ്റ് വേണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, സീറ്റ് കിട്ടണം എന്ന് ചിന്തിക്കുക. അതൊരു കിബറിൻ്റെ അടയാളമാണ്. മൂന്നാമത്തെ ഒരു അടയാളമാണ്, ഇതെല്ലാം ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട്. കിബർ ഇല്ല ഉള്ള ഒരടയാളാണ് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ അങ്ങാടി പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ മൂപ്പർക്ക് മടി. ഹോം ഡെലിവറി കാലത്ത് ജാഗ്രത. ഉച്ചക്ക് പോയിട്ട് തക്കാളി എടുത്ത് ബൈക്കില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് അങ്ങനെ പറയരുത്. വീട്ടിലേക്കുള്ള വസ്തുക്കൾ നമ്മളല്ലേ വാങ്ങേണ്ടത്. ഭാര്യക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങൂല. ടൗണിൽ പോയിട്ട് മത്സ്യ മാർക്കറ്റിൽ പോയിട്ട് നാണക്കട എന്നെ കൊണ്ടാവില്ല, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ടല്ലോ, അത് നടക്കും. അയ്യടാ, എല്ലാ മഹാന്മാരും അവർക്ക് വേണ്ട വീട്ടുകാർക്ക് വാങ്ങിക്കൊടുക്കണ്ടെല്ലാം വാങ്ങിക്കൊടുത്തിട്ടില്ലേ? ഹോം ഡെലിവറി എന്ന ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, അതൊക്കെ ഉപയോഗിക്കാം. വീട്ടിലേക്കുള്ള വസ്തുക്കൾ അങ്ങാടി പോയിട്ട് വാങ്ങൽ ഒരാൾക്ക് മടിയുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. കിബർ ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. അസൂയ ഉണ്ടെങ്കിലും കിബർ ഉണ്ടെങ്കിലും അയാൾ ലാസ്റ്റ് ഔട്ടാവും, ഈമാൻ പോവും. അതാണ് അഞ്ചാമത്തത്. എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ആറാമത്തത് അൽ അഖീദത്തുൽ ഫാസിദ, മോശമായ ബാത്തിലായ തെറ്റായ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഈമാനും മരിക്കുമ്പോൾ പോവും. ഉദാഹരണത്തിന് ബിദ്അത്തുകാരനാവുക. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി ഇത്യാദി ടീമുണ്ടല്ലോ. ഒരാളുടെ ഈമാൻ മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ നേരത്തെ ഉള്ള അടയാളാണ് അയാൾ ജീവിതകാലത്ത് ബിദ്അത്തുകാരനാവുക എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ തൻ്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പക്ഷെ ബിദ്അത്തുകാർക്ക് ബിദ്അത്തുകാരുടെ വിശ്വാസം ശരിയാന്നേ അവർക്ക് തോന്നുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ തോന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 തെറ്റ് ചെയ്യുന്നു എന്ന് എഴുതി വെച്ചവരാ മുജാഹിദുകാർ.
നബിതങ്ങളുടെ ശരീരം മണ്ണായി പോയിട്ടുണ്ടെന്ന് എഴുതി വെച്ചവരാ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അത്തഹിയാത്തിൽ നബിതങ്ങളോട് സലാം പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബിതങ്ങളെ ഓർക്കുന്നതിനേക്കാൾ വല്ല കഴുതയോ പശുവിനെയോ ചത്തതിനെയോ ഓർക്കുന്നതാണ് ഭേദം എന്ന് എഴുതി വെച്ചവരാ തബ്ലീഗുകാർ. അവർക്ക് അവരുടെ വിശ്വാസം ശരിയാന്നേ തോന്നുള്ളൂ. അത് ഉറപ്പല്ലേ? അലി റളിയല്ലാഹുവിനെ കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. ആരെയാ കൊന്നത്? അലി റളിയല്ലാഹുവിനെ സുബഹിസ്കരിക്കുമ്പോൾ കുത്തി കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? എൻ്റെ കൈ വെട്ടിക്കോളി, എൻ്റെ കാലും വെട്ടിക്കോളി, പക്ഷെ എൻ്റെ നാവൊന്നും ആക്കല്ലേ. എന്താ? എനിക്ക് അല്ലാഹുവിന് ദിക്റല്ലണോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അല്ലേ? എടോ ബിദ്അത്തുകാരാ, നിന്റെ താടിക്കെന്ത് സുന്നത്തിന്റെ കൂലി കിട്ടാനാണ്? എന്താ എങ്ങനെ കൂലി കിട്ടല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്നല്ലേ എഴുതി വെച്ചത്. സാധാരണക്കാരൻ ചെയ്തതെന്തിനാ നീ ചെയ്യേണ്ട ആവശ്യം? സാധാരണക്കാരൻ എങ്ങനെയാ ജിബ്രീലിനെ കാണാൻ പറ്റുക? ജിബ്രീലിനെ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഖുർആൻ കിട്ടുന്നത്? പച്ചയായിട്ട് അവര് പ്രസംഗിച്ചതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ്. ആര്? ആമിന ബീവി. ആരാ ആമിന ബീവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയല്ലേ ആമിന ബീവി. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അർശിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഇങ്ങനെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുക. എന്നിട്ട് സ്വന്തം പെറ്റുമ്മ പോറ്റുമ്മ നരകത്തിലും. ഭയങ്കരാണല്ലോ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? ഇത്തഫഖത്തിൽ ഉമ്മത്തു വല്ല അയിമ്മത്തു അല അന്ന അഫ്ളൽ ബുഖാ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ ഭൂമിയാണ്. എന്താ കാരണം? ലാത്വീബ യഅദിലു തുർബല്ലാഹു മഅദുഹു. അവിടുത്തെ ശരീരം മുട്ടി നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ പവറുള്ള പരിമളമുള്ള ഒരു സ്ഥലം ലോകത്തില്ല. ആ സ്ഥലത്തിന് ഇത്രയും പവർ കിട്ടാൻ കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ടച്ച് ചെയ്യുന്നു എന്നുള്ളത്. നബി തങ്ങളുടെ ശരീരം ആദ്യം ടച്ച് ചെയ്ത സ്ഥലം ഏതാ? ആമിന ബീവിയുടെ യൂട്രസ്, ഗർഭപാത്രം. എന്നിട്ട് ആമിന ബീവി നരകത്തിലും. ഭയങ്കരം തന്നെ. എന്നിട്ട് മുജാഹിദാർ സ്വർഗത്തിലും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ബിദ്അത്തുകാർക്ക് ഈമാൻ ഉണ്ടാവില്ല മരിക്കുമ്പോൾ. മക്കളെ കെട്ടിക്കുമ്പോൾ കാലാഴ്ചകളി. മക്കളെ നന്നായി ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലാണ് ഈ ബിദ്അത്തിലും മറ്റൊക്കെ പോവുക. ഞാൻ ആ ലോകത്തേക്ക് കൂടുതൽ പറയല്ല. ഏഴാമത്തത് ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏഴാമത്തെ തെറ്റ് അൽ-ഇറാദ് അൻ ഹുക്മില്ലാഹി തആല. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ പരിഗണിക്കാതിരിക്കുക. ആ ഒന്നും നടക്കൂല. ഭാര്യൻ്റെ അനിയത്തിനെ കാണാൻ പാടില്ല, ക്ലാസ്മേറ്റായ പെൺകുട്ടിനെ കാണാൻ പാടില്ല, ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യമാരെ കാണാൻ പാടില്ല. ആ ഒന്നും നടക്കൂല. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ജോലിക്കാരൻ്റെ മുന്നിലേക്ക് താത്ത ഇങ്ങനെ ഇറങ്ങിപ്പോരുക. പിന്നെന്തിനാ വാലിൻ്റെ സദസ്സിൽ ഇജാവിട്ട് പോന്നേക്കണത്? മത്സ്യം വിൽപ്പന നടത്തുന്ന ജോലിക്കാരൻ്റെ മുമ്പിലേക്ക് താത്ത ഇങ്ങനെ പുറത്തിറങ്ങി പോരുക. എടാ മോളെ, എങ്ങനെയാ പിന്നെ ഈ നിയമമൊക്കെ അള്ളാഹു എന്തിനാ പറഞ്ഞത്? പേരെന്താ മോളെ? പേരെന്താ? ഫാത്തിമ. മറ്റേതിൻ്റെ ആയിഷ. ഇവൾ ഫാത്തിമ ഹിബ. മറ്റേതോ ഫാത്തിമ ഹുസ്ന. ഇത് ഫാത്തിമ ഷെറിൻ. അത് അങ്ങനെ എല്ലാ ഫാത്തിമമാരോടും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ പേരല്ലേ നമ്മുടെ പേര്? അതെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ തലേന്ന് വസിയത്ത് ചെയ്തത് തന്നെ എന്താണെന്നറിയോ? നാളെ ഞാൻ മരണപ്പെട്ടാൽ രാത്രി കബറടക്കിയാൽ മതി. രാത്രി ഇരുട്ടിൽ കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ ആരും കാണൂലല്ലോ. ഇതാരാ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഉപ്പ. ഇതാ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞ നിയമങ്ങളെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അതാ വേണ്ടത്. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈമാനായി കൊണ്ടുവെക്കണം. നഷ്ടപ്പെട്ടുകൂടാ. ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. എന്ന ഒരാളുടെ ഈമാനാവാൻ അയാൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചില നന്മകളെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്നാമത്തത് ഹദ്ദാദ് റാത്തീബ്.
ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടു നടന്നാൽ റുസിക്കലഹു ഹുസ്നുൽ ഖാത്തിമ, അയാൾക്ക് ഈമാനോടെയുള്ള മരണം ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വുളൂഇന് ശേഷമുള്ള ദുആ. ജീവിതത്തിൽ എപ്പോഴും ദ്വാരക്കുന്ന ആൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങി അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ, ഈ ദുആ സ്ഥിരമായി ദുആ ചെയ്യുന്നയാൾക്ക് ഈമാനോടെയുള്ള മരണം ലഭിക്കുന്നതാണ്. മൂന്നാമത്തത്, ബാങ്കിന് ശേഷമുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഈ ദുആ സ്ഥിരമായി കൊണ്ട് നടക്കുന്നയാൾക്ക് ഈമാൻ അല്ലാഹു സമ്മാനമായി നൽകുന്നു. നാലാമത്തത്, ഒരു ദിവസം 10 മുഅ്മിനീങ്ങളോടെങ്കിലും സലാം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ ഈമാൻ എവിടെയും കൊണ്ടുപോവാതെ നമുക്ക് തന്നെ തരും. അഞ്ചാമത്തത് എന്താണ്? രഹസ്യമായ സ്വതഖ ഈമാനോടെയുള്ള മരണത്തിന് കാരണമാണ്. ആറാമത്തത്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്നയാൾക്ക് ഈമാനോടെയുള്ള മരണം ഉണ്ട്. ഇങ്ങനെ അനവധി നിരവധി ഗ്രന്ഥങ്ങൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ബറക്കത്തിനൊരു ചരിത്രം പറയുന്നു. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന സൂഫിയായ പണ്ഡിതൻ, അവർക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതൽ സ്വതക്ക ചെയ്യുകയും നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന നല്ല വ്യക്തിയാണ്. 2 ആഴ്ചക്കാലമായി അദ്ദേഹത്തെ കാണാനില്ല. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടെ വന്നിട്ട് സഹായിക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ആ കൂട്ടുകാരനെ 2 ആഴ്ചത്തേക്ക് നഷ്ടപ്പെട്ടപ്പോൾ, കാണാതായപ്പോൾ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പം കിട്ടിയ വിവരം, ഇന്നഹു മരീദുൻ, അയാൾ രോഗിയാണ്. രോഗസന്ദർശനം സുന്നത്താണ്. പ്രത്യേകിച്ച് കൂട്ടുകാരാകുമ്പോൾ അവർക്കൊരു സമാധാനമാണ്. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു അയാളെ കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് അയാളുടെ വീട്ടിൻ്റെ തൊട്ടു മുന്നിൽ, വീടിൻ്റെ വാതിൽക്കലിൽ അവരുടെ മകൾ, ചെറിയ മകളുണ്ട്. അയിന അബാക്കി, മോളെ ഉപ്പ എവിടെയാണ്? എൻ്റെ ഉപ്പ ഉള്ളിലുണ്ട്. ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കണ്ടത് വെളുത്ത മുഖം കറുത്തിട്ടുണ്ട്, കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, മുഖം കാണാൻ തന്നെ പറ്റുന്നില്ല, പേടിപ്പെടുത്തുന്ന മുഖം, അതിഭീകരമായ മുഖം. എന്താണ് എൻ്റെ കൂട്ടുകാരന് പറ്റിയത്? യാസീനോദാൻ തുടങ്ങി, ഓതാൻ വിടുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു, ചൊല്ലുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എവിടെ പോയി നിന്റെ നിസ്കാരമെന്ന് ചോദിച്ചു, ഉത്തരമില്ല. കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു, അയിന സ്വലാത്തുക വസുയാമുക വസ്വദഖതുക, നിന്റെ സ്വതക്കയും നിന്റെ നോമ്പും നിസ്കാരമൊക്കെ എവിടെ പോയി? കുല്ലുദാലിക ലിഗൈരി വജിഹില്ല, അതൊക്കെ ഫോട്ടോയിൽ കൊടുങ്ങാനും നാട്ടുകാർ പറയാനും ചെയ്തതായിരുന്നു, അള്ളാന്റെ പൊരുത്തത്തിനൊന്നുമല്ല. അല്ലാ, നീ നമ്മളെല്ലാവരെയും മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. വഅള് പറഞ്ഞ് കുറേ പേര് നന്നായിട്ട് നമ്മളാണ് കല്ലുപോലെ കല്ലുപോലെ അലക്കുന്ന കല്ല്. ഒരുപാട് ഡ്രസ്സുകളെ വെളുപ്പിച്ച് അതിൻ്റെ ചെളിയൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ട് കല്ലിനൊരു മാറ്റവുമില്ലാത്തതുപോലെ നമ്മളെ നീ ആക്കല്ല റഹ്മാനേ, നമ്മളെ മുഖ്ലിസീങ്ങളാക്കണേ അല്ലാഹ്. മൻസൂർ ബിൻ അമ്മാർ തങ്ങളുടെ ചോദ്യം, എന്തടാ നിനക്ക് പറ്റിയത്? നീ നല്ല നിസ്കാരവും നോമ്പും സ്വതക്കയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്നല്ലേ പറയണത്. എന്തടാ നിനക്ക് പറ്റിയത്? കുന്തു ബാറസ്തു റബ്ബി ബിൽ മഅസി, രഹസ്യ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളുണ്ടായിരുന്നു.
കൂട്ടുകാരെ, അതാണ് 8ാമത്തെ ഇനം. ഈമാൻ നഷ്ടപ്പെടുന്ന അവസാനം ആ ഫൈനലിന്റെ ടൈമിൽ ആഖിബത്ത് ചീത്തയാവുന്ന 8ാമത്തെ കാര്യം അൽ-ഇസ്റാറു അലൽ മൻഹി അൻഹു കന്നളരി ഇലാ മഹാസിനി ഇംറഅത്തിൻ, ഹറാമിലേക്ക് നോക്കൽ, ഹറാം ചെയ്യൽ. എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്ത് ഫോൺ തുറന്നിട്ട് ഹറാം കണ്ട മകൻ എങ്ങനെയാ ഈമാനോടെ മരിക്കുന്നത്? എല്ലാ നേരത്തും എല്ലാ രാത്രിയും റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഹറാം രാത്രി കണ്ട മോൾ എങ്ങനെയാ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന മോളാവുന്നത്? അതുകൊണ്ട് നമ്മുടെ രാത്രി വിശുദ്ധ രാത്രികളാവണം. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് മകള് കരയുമ്പോൾ കരയുന്ന മോളോട് പറയുന്നുണ്ട്, മോളെന്തിനാ കരയുന്നത്? ഉപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. 25 കൊല്ലം വാപ്പ ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരൊറ്റ തെറ്റും ഈ റൂമിൽ നിന്ന് വാപ്പ ചെയ്തിട്ടില്ല. നമ്മുടെ ബെഡിനും ബെഡ്ഷീറ്റിനും കട്ടിളക്കും റൂമിനും ഇങ്ങനെ ശുദ്ധിയുടെ കഥ പറയാനാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ.